Okay, right. അപ്പോൾ ഗുഡ് ആഫ്റ്റർനൂൺ ഓൾ ആൻഡ് വെൽക്കം ടു ഡേ സെഷൻ. അപ്പോൾ ക്ലാസ് ടൈമിങ്ങിനെ കുറിച്ച് കുറച്ച് കൺഫ്യൂഷൻ ആയിരുന്നു. അതായത് എപ്പോഴാണ് കറക്റ്റ് ഒരു ബെസ്റ്റ് ടൈം എന്നുള്ളത് ഭയങ്കരമായിട്ടുള്ള കൺഫ്യൂസിംഗ് ആയിട്ടുള്ള സംഭവമായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോൾ രാവിലെ 10:30, 11 o'clock ആ സമയത്ത് ഉണ്ടായിരുന്ന ക്ലാസ് ഇപ്പോൾ മാറ്റിയിട്ട് 3:30 ആക്കിയത്. 3:30 ഇനി മുതൽ 3 o'clock വെക്കാനാണ് പ്ലാൻ ചെയ്യുന്നത്. 3 o'clock, 3 to 4. അതുപോലെ തന്നെ സ്പെഷ്യൽ ക്ലാസ് ഉണ്ടാവും. സ്പെഷ്യൽ ക്ലാസ് ഉള്ള ദിവസങ്ങളിൽ 5 മണിക്കായിരിക്കും ഉണ്ടാവുക, അല്ലെങ്കിൽ 4:30 ആയിരിക്കും. ഇപ്പോൾ 3 to 4, അതുപോലെ 4:30 സ്പെഷ്യൽ ക്ലാസ് അൺഅക്കാഡമി സ്പെഷ്യൽ ക്ലാസ് ലൈവായിട്ടുണ്ടാവും. അത് നിങ്ങൾക്ക് അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ട് നിങ്ങൾക്ക് കാണാം. ഓക്കെ, അപ്പോൾ സ്റ്റാർട്ട് ചെയ്യാം. സ്റ്റാർട്ട് ചെയ്യുന്ന കഴിഞ്ഞ മുമ്പ് 2-3 കാര്യം പറയാനുള്ളത്. അൺഅക്കാഡമി ആസ്ക് ഔട്ട് എന്ന ഫീച്ചർ ഉണ്ട്. ആസ്ക് ഔട്ട് ഫീച്ചറിൽ നിങ്ങൾക്ക് ഉണ്ടാകുന്ന സംശയങ്ങൾ ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു ഫീച്ചറാണ്. അതിൽ ഇതുപോലെ ഡൗട്ട്സ് ആൻഡ് സൊല്യൂഷൻ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക അല്ലേ. എന്നിട്ട് എന്ത് ചെയ്യുക, ഇങ്ങനെ ക്ലിക്ക് എ പിക്ചർ കൊണ്ട് ഓപ്ഷൻ ഉണ്ടോ. അപ്പോൾ ക്വസ്റ്റ്യൻസിൽ ഫോട്ടോ ക്ലിക്ക് ചെയ്യുക, ക്വസ്റ്റ്യൻസിൻ്റെ ഫോട്ടോ ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് അപ്ലോഡ് ചെയ്യുക. അങ്ങനെ അപ്ലോഡ് ചെയ്യുന്ന ഡൗട്ടുകൾക്ക് ഒരു കൃത്യമായിട്ടുള്ള സൊല്യൂഷൻ സബ്ജക്റ്റ് എക്സ്പേർട്സ് വഴിയായിട്ട് നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, അതാണ് ഒന്നാമത്തെ ഫീച്ചർ. രണ്ടാമത്തെ ഫീച്ചർ റേസ് ഹാൻഡ് എന്നൊരു ഫീച്ചർ. റേസ് ഹാൻഡ് എന്ന് പറയുമ്പോൾ അൺഅക്കാഡമി പ്ലാറ്റ്ഫോമിൽ ക്ലാസ് അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് എഡ്യൂക്കേറ്ററോട് നേരിട്ട് സംസാരിക്കാൻ ഉള്ള ഒരു ഫീച്ചറാണ് റേസ് ഹാൻഡ്. അപ്പോൾ റിക്വസ്റ്റ് എടുക്കുക, എഡ്യൂക്കേറ്റർ അക്സെപ്റ്റ് ചെയ്യുകയാണെങ്കിൽ മൈക്ക് വഴിയായിട്ട് നിങ്ങൾക്ക് സംസാരിക്കാം. അതാണ് റേസ് ഹാൻഡ് എന്ന് പറയുന്ന ഫീച്ചർ. ഓക്കെ, ഇനി പ്ലസ് ക്ലാസ്സുകളെ പറ്റി പറയുകയാണെങ്കിൽ ഇവിടെ ഇപ്പോൾ SSC പ്ലസ് എടുക്കുകയാണെങ്കിൽ SSCയുടെ എല്ലാ എഡ്യൂക്കേറ്റേഴ്സിൻ്റെയും ഇന്ത്യയിൽ അവൈലബിൾ ആയിട്ടുള്ള എല്ലാ എഡ്യൂക്കേറ്റേഴ്സിൻ്റെയും ക്ലാസ്സുകൾ നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. അതിൻ്റെ അൺലിമിറ്റഡ് ആക്സസ് ആയിരിക്കും, ഒരു തരത്തിലുള്ള റെസ്ട്രിക്ഷൻ ഉണ്ടാവില്ല. സ്ട്രക്ചേർഡ് കോഴ്സസ് ആയിരിക്കും. ആ എക്സാമിൻ്റെ കംപ്ലീറ്റ് സിലബസും കവർ ചെയ്തിട്ടുള്ള സ്ട്രക്ചേർഡ് കോഴ്സസ് ആയിരിക്കും. ലൈവ് ക്ലാസ്സസ് ആണ്, ഒരിക്കലും റെക്കോർഡ് ക്ലാസ്സുകളൊന്നും ഉണ്ടാവില്ല. വീക്ക്ലി ടെസ്റ്റുകൾ ഉണ്ടാവും വിത്ത് ടെസ്റ്റ് അനാലിസിസ് ഉണ്ടാവും. പേഴ്സണൽ ഗൈഡൻസ്, എക്സ്പേർട്ട് ഗൈഡ് ലൈൻസ്, പിന്നെ അതുപോലെ സ്റ്റഡി പ്ലാനർ സെറ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും വിത്ത് ബൈ-വീക്ക്ലി റിവ്യൂസ് ആൻഡ് സ്റ്റഡി മെറ്റീരിയൽ വിത്ത് സ്പെഷ്യലൈസ്ഡ് നോട്ട്സ് ആൻഡ് പ്രാക്ടീസ് സെറ്റ്സ് അല്ലേ. ഇതിൻ്റെയൊക്കെ അപ്പോൾ ഇത് പ്ലസ് ഇപ്പോൾ SSC സബ്സ്ക്രിപ്ഷൻ അല്ലെങ്കിൽ SSC അൺഅക്കാഡമി SSC പ്ലസ് എന്ന് പറയുന്ന ഈ പ്ലസ് സബ്സ്ക്രിപ്ഷൻ ഡിഫറെൻറ്റ് പ്ലാൻസ് എന്തൊക്കെയാണ്. 1 monthനാണെങ്കിൽ 1350 ആണ്. എല്ലാ മാസവും 1350 പേ ചെയ്യുന്നതിന് പകരം 3 months ഒരുമിച്ച് 3400, അല്ലെങ്കിൽ 6 months ഒരുമിച്ച് 5400, 1 year 6500, 2 year 7800 രീതിയിൽ പേ ചെയ്യാം. ഇങ്ങനെ പേ ചെയ്യുമ്പോൾ ഉള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് പെർ മന്ത് അല്ലെങ്കിൽ മന്ത്ലി പേ ചെയ്യുന്ന എമൗണ്ട് കുറവായിരിക്കും അല്ലേ. അപ്പോൾ ഈ പറയുന്ന എമൗണ്ടിൻ്റെ ഒക്കെ മേലെ 10% എക്സ്ട്രാ ഡിസ്കൗണ്ട് ഉണ്ട്. ഇന്നിപ്പോൾ സെക്കൻഡ് അല്ലേ, അപ്പം ഇന്ന് ഒരു എക്സ്ട്രാ ഡിസ്കൗണ്ട് ഉണ്ട്, എക്സ്ട്രാ ഓഫർ ഉണ്ട്. ഈ VCN10 എന്നൊരു കോഡ് യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് 20%, 10% അല്ല 20% ഡിസ്കൗണ്ട് ലഭിക്കും. 20% ഡിസ്കൗണ്ട്. ഓക്കെ, അതുപോലെ തന്നെ അവസാനമായിട്ട് പറയാനുള്ളത് റിപ്പോർട്ട് ആൻഡ് വിൻ എന്ന് പറഞ്ഞിട്ട് അൺഅക്കാഡമി വീഡിയോസിൽ എവിടെയെങ്കിലും എന്തെങ്കിലും ഇൻഅപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള കോണ്ടന്റ് കാണുകയാണെങ്കിൽ അത് റിപ്പോർട്ട് ചെയ്യണം. അങ്ങനെ റിപ്പോർട്ട് ചെയ്യുന്ന ആ വിഷയത്തെക്കുറിച്ച് റിപ്പോർട്ട് ചെയ്യുന്ന ആദ്യത്തെ ആളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് ഒരു പ്രൈസ് കിട്ടുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഓൾ സെറ്റ്, ലെറ്റ്സ് ക്രാക്ക് ഇറ്റ്. അപ്പോൾ നമ്മളെന്ന ടോപ്പിക്കിനെ കുറിച്ച് നമ്മൾ പറഞ്ഞിരുന്നില്ല. വേർബ്സ് ആണ് നമ്മുടെ ടോപ്പിക്ക്. വേർബ്സിൻ്റെ അഡ്വാൻസ്ഡ് സെഷൻ എന്ന് വേണമെങ്കിൽ പറയാം. നമ്മൾ ഇതിന് മുന്നേ വേർബ്സിൻ്റെ ഒരു സെഷൻ ഡിസ്കസ് ചെയ്തിട്ടുണ്ടെന്നാണ് ഞാൻ എൻ്റെ ഒരു ഓർമ്മ. പക്ഷേ നമ്മൾ ആദ്യം പറഞ്ഞിരുന്നത് അതിൻ്റെ ബേസിക് സെഷനായിരുന്നു, ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളായിരുന്നു. അഡ്വാൻസ്ഡ് എന്ന് പറയുമ്പോൾ കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കോൺസെപ്റ്റുകൾ ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോവാണ് വേർബ്സിൻ്റെ ടോപ്പിക്കിൻ്റെ. ഓക്കെ, അപ്പോൾ സ്പോട്ട് ദി എറർ. എന്താണ് ക്വസ്റ്റ്യൻ? വാക്കിംഗ് അലോങ് ദ റോഡ് a car knocked him down. Okay, walking along the road a car knocked him down. ഇവിടെ എന്താ പ്രശ്നം? ഇവിടെ ഓപ്ഷൻ എ പാർട്ടിലാണ് മിസ്റ്റേക്ക്. കാരണം എന്താണ്, വാക്കിംഗ് അലോങ് ദ റോഡ് എന്ന് പറഞ്ഞിട്ട് ഒരു എന്താണ് ക്ലോസ് ഉണ്ട് അല്ലേ. രണ്ടാമത്തെ ക്ലോസ് ആണെങ്കിൽ എ കാർ എന്ന് പറയുന്നത് നമ്മുടെ സബ്ജക്റ്റാണ്. അതിനുശേഷം നോക്ക്ഡ് ഹിം അല്ലേ. അത് നോക്ക്ഡ് എന്ന് പറയുന്നത്, അതായത് നോക്ക് ഡൗൺ എന്ന് പറയുന്നത് എന്താണ്, വേർബാണ്, വേർബ്. അതുപോലെ ഹിം എന്ന് പറയുന്നതാണ് നമ്മുടെ ഓബ്ജക്റ്റ്. അത് ഓക്കെ, അത് പ്രശ്നമൊന്നുമില്ല. പക്ഷേ ഇവിടെ പ്രോബ്ലം എന്താ വെച്ചാൽ വാക്കിംഗ് അലോങ് ദ റോഡ്സ് എ കാർ നോക്ക്ഡ് ഹിം ഡൗൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ റോഡിലൂടെ നടന്നു പോയത് കാറാണ് എന്നാണ് ഈ ഒരു സെൻറ്റൻസ് പ്രകാരം അർത്ഥം വരുന്നത്. പക്ഷേ കാറല്ല നടന്നു പോയത്,
പകരം ആരാണ്? ഹിം എന്ന് പറയുന്ന ആ വ്യക്തി, അവനാണ് റോഡിലൂടെ നടന്നു പോയത് അല്ലേ? സോ വാക്കിംഗ് അലോങ് ദ റോഡ്. അപ്പോൾ വാക്കിംഗ് അലോങ് ദ റോഡ് എ കാർ നോക്ക്ഡ് ഹിം ഡൗൺ എന്ന് പറയുന്നതിന് പകരം ഹിം വാക്കിംഗ് അലോങ് ദ റോഡ് അല്ലേ? ഇവിടെ ഹിം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടെ ഹിം എന്നാണ് പറയേണ്ടത്. കാരണം ആരാണ് റോഡിലൂടെ ഇറങ്ങി നടന്നിരുന്നത് എന്ന് കൃത്യമായിട്ട് അവിടെ നമ്മൾ മെൻഷൻ ചെയ്യണം. ഹിം വാക്കിംഗ് അലോങ് ദ റോഡ് എ കാർ നോക്ക്ഡ് ഹിം ഡൗൺ അല്ലേ? സബ്ജക്റ്റ് കാറാണ്, പക്ഷേ അവിടെ ഹിം എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇവിടെ കൊടുത്തില്ലെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ്? അവിടെ വാക്കിംഗ് അലോങ് ദ റോഡ് എന്ന് പറയുന്ന പ്രവൃത്തി ചെയ്യുന്നത് കാറാണ് എന്നാണ്. പക്ഷെ അങ്ങനെയല്ല, പകരം ഹിം ആണ് നടക്കുന്നത്. അതുകൊണ്ട് ഹിം വാക്കിംഗ് അലോങ് ദ റോഡ് എ കാർ നോക്ക്ഡ് ഹിം ഡൗൺ എന്ന് വേണം പറയാം. ഓപ്ഷൻ എ. 2. ഹാവിംഗ് ഡൺ മൈ ഹോംവർക്ക് മൈ മദർ അലൗഡ് മീ ടു ഗോ ഔട്ട് ആൻഡ് പ്ലേ. ഇവിടെയും അതേ സെയിം കോൺസെപ്റ്റ് ആണ്. എന്താണ്? അതായത് മൈ മദർ, ഇതാണ് നമ്മുടെ സബ്ജക്റ്റ് അല്ലേ? സബ്ജക്റ്റ് മൈ മദർ ആണ്. മൈ മദർ അലൗഡ് ആണ് വേർബ്. അതുപോലെ മീ എന്ന് പറയുന്നതാണ് ഓബ്ജക്റ്റ് അല്ലേ? കാരണം ആരെയാണ് അലൗ ചെയ്തത്? എന്നെയാണ്. അപ്പോൾ ഞാൻ അല്ലെങ്കിൽ എന്നെ എന്ന് പറയുന്ന സാധനമാണ് ഓബ്ജക്റ്റ്. ടു ഗോ ഔട്ട് ആൻഡ് പ്ലേ. ഓക്കെ, സബ്ജക്റ്റ് വേർബ് ഓബ്ജക്റ്റായി. പക്ഷേ ശ്രദ്ധിക്കേണ്ടത് ഹാവിംഗ് ഡൺ മൈ ഹോംവർക്ക് എന്നാണ് ഇരിക്കുന്നത്. അവിടെ ഹാവിംഗ് ഡൺ മൈ ഹോംവർക്ക്, അവിടെ എൻ്റെ അമ്മയല്ല ഹോംവർക്ക് ചെയ്തത്, പകരം ആരാണ്? ഞാൻ ഹോംവർക്ക് ചെയ്തതുകൊണ്ട് എൻ്റെ അമ്മ എന്നെ പുറത്തുപോയി കളിക്കാൻ അനുവദിച്ചു അല്ലേ? അനുവദിച്ചു. അപ്പോൾ മീ ഹാവിംഗ് അല്ലേ ഡൺ മൈ ഹോംവർക്ക്. ഇവിടെ പിന്നെ നമുക്ക് ഹാവിംഗ് ഡൺ, ഇവിടെ ഓപ്ഷൻ എയിൽ തന്നെ മിസ്റ്റേക്ക് അല്ലേ? ഓപ്ഷൻ എയിൽ തന്നെയാണ് മിസ്റ്റേക്ക്. ഹാവിംഗ് ഡൺ മൈ ഹോംവർക്ക് മൈ അതർ അലൗ മീ ടു ഗോ ഔട്ട് ആൻഡ് പ്ലേ എന്ന് പറയുന്നത് വിത്ത് മീ എന്നാണ് കുറച്ചുകൂടെ ബെറ്റർ അല്ലേ? വിത്ത് മീ ഹാവിംഗ് ഡൺ മൈ, ഓക്കെ, വിത്തിന് പാട്ടും മീ പറഞ്ഞാൽ മതി. മീ ഹാവിംഗ് ഡൺ മൈ ഹോംവർക്ക് മൈ മദർ allowed me to go out and play. Okay, me having done my homework, my mother allowed me to go out and play. Option A. Being a rainy day, I had to cancel all my appointments. ഇവിടെ ഐ ആണ് സബ്ജക്റ്റ്, പക്ഷേ ബീങ് എ റെയിനി ഡേ എന്ന് പറയുന്നത് ആരെയാണ് റെഫർ ചെയ്യുന്നത്? ഐ എന്ന് പറയുന്ന ആളെ അല്ല അല്ലേ? ഐ എന്ന് പറയുന്ന വ്യക്തിയെ അല്ല റെയിനി ഡേ ആണെന്ന് പറയുന്നത്, പകരം ആരാണ്? ആ ദിവസത്തിനെയാണ്. ആ ദിവസമാണ് റെയിനി ഡേ, അല്ലാതെ ഐ എന്ന് പറയുന്ന വ്യക്തിയല്ല. അപ്പോൾ ബീങ് എ റെയിനി ഡേ ഐ ഹാഡ് ടു ക്യാൻസൽ ഓൾ മൈ അപ്പോയിൻമെന്റ്സ് എന്നാൽ ഞാനാണ് ഇവിടെ റെയിനി ഡേ, പക്ഷേ തെറ്റാണ്. അവിടെ എന്താണ്? ഇറ്റ് ബീങ് എ റെയിനി ഡേ വേണം അല്ലേ? ഇറ്റ് ബീങ് എ റെയിനി ഡേ ഐ ഹാഡ് ടു ക്യാൻസൽ ഓൾ മൈ അപ്പോയിൻമെന്റ്സ്. ഓപ്ഷൻ എ പാർട്ടിലാണ് മിസ്റ്റേക്ക് അല്ലേ? അപ്പോൾ അവിടെ കൃത്യമായിട്ട് നമ്മൾ മെൻഷൻ ചെയ്യണം ആരെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്, ആരെയാണ് സെൻറ്റൻസ് ഉദ്ദേശിക്കുന്നത് അല്ലേ? ആരെക്കുറിച്ചാണ് അല്ലെങ്കിൽ എന്തിനെക്കുറിച്ചാണ് സെൻറ്റൻസ് ഉദ്ദേശിക്കുന്നത് എന്ന് കൃത്യമായി മെൻഷൻ ചെയ്യണം. ഇറ്റ് ബീങ് റെയിനി ഡേ, കാരണം അതൊരു റെയിനി ദിവസമായതുകൊണ്ട് എനിക്ക് എൻ്റെ അപ്പോയിൻമെൻറ്റ്സ് എല്ലാം ക്യാൻസൽ ചെയ്യേണ്ടി വന്നതാണ്, അല്ലാതെ ഞാൻ റെയിനി ഡേ ആയതല്ല അല്ലേ? അപ്പോൾ ഓപ്ഷൻ എ, ഇറ്റ് ബീങ് റെയിനി ഡേ. A few selfish leaders are bent to harm the very foundation of democracy. Okay, അപ്പം a few selfish leaders, okay, are bent to അല്ല, എന്താ പറയുക? bent on എന്നാ പറയാം അല്ലേ? bent on harming the very foundation. ഈ bent എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? അതിനുവേണ്ടി കച്ച കെട്ടി ഇറങ്ങുക എന്ന് ഉദ്ദേശിക്കുന്നത്. അതിനുവേണ്ടി കച്ച കെട്ടി ഇറങ്ങുക എന്ന് പറയുന്ന ഒരു അർത്ഥമാണ് ബെൻറ്റ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ബെൻറ്റ് ഓൺ എന്ന് പറയുമ്പോൾ അതായത് നമ്മുടെ ഡെമോക്രസിയുടെ ഒരു ഫൗണ്ടേഷൻ തന്നെ തല്ലി പൊളിക്കാൻ വേണ്ടിയിട്ട് കച്ച കെട്ടി ഇറങ്ങിയിരിക്കുകയാണ്. അപ്പോൾ അത് അങ്ങനെ ഒരു മീനിങ്, അങ്ങനെ ഒരു ഫ്രേസൽ വേർബാണ് ബെൻറ്റ് ഓൺ. ബെൻറ്റിന് കൂടെ ഓൺ ആണ് വേണ്ടത്. അപ്പോൾ അതുപോലെ തന്നെ ബെൻറ്റ് ഓൺ, അതിനുശേഷം ING ഫോം വേണം. ബെൻറ്റ് ഓൺ ഹാമിങ് ദ വെരി ഫൗണ്ടേഷൻ ഓഫ് ഡെമോക്രസി എന്ന് വേണം പറയാൻ. ഓക്കെ, ഒരു സെക്കൻഡ്. റൈറ്റ്, അപ്പോൾ ഓപ്ഷൻ എവിടെയാണ്? ഓപ്ഷൻ ബി. ഓപ്ഷൻ ബിയിലാണ് മിസ്റ്റേക്ക്. ബെൻറ്റ് ടു ഹാം അല്ല, ബെൻറ്റ് ഓൺ ഹാമിങ്. ബെൻറ്റ് ഓൺ ഹാമിങ് ദ ഫൗണ്ടേഷൻ ഓഫ് വെരി ഫൗണ്ടേഷൻ ഓഫ് ഇറ്റ്. 5. ആസ് ഐ ഹാവ് വർക്ക്ഡ് ഹാർഡ് ഐ ആം കോൺഫിഡൻറ്റ് ടു പാസ് വിത്ത് ഫ്ലൈയിങ് കളേഴ്സ്. ഈ വിത്ത് ഫ്ലൈയിങ് കളേഴ്സ് എന്ന് പറയുമ്പോൾ എന്ത് സാധനം? വിത്ത് ഫ്ലൈയിങ് കളേഴ്സ് എന്ന് പറയുമ്പോൾ വളരെ നല്ല മാർക്കോടെ, വിത്ത് ബെസ്റ്റ് ഗ്രേഡ്സിൽ ഏറ്റവും നല്ല മാർക്കോടെ എന്ന് ഉദ്ദേശിക്കുന്നത്. പക്ഷെ എന്താണ് ഇവിടെ? ഐ ആം കോൺഫിഡൻറ്റ് ടു പാസ് എന്നല്ല പറയുക. അവിടെ ടൂവിന് പകരം പ്രപ്പോസിഷൻ എന്താ യൂസ് ചെയ്യേണ്ടത്? ഓഫ് ആണ്. അതുപോലെ തന്നെ വേർബിൻ്റെ ഫോമും തെറ്റാണ്. പാസ് അല്ല, ടു പാസ് 2+V1 പകരം നമ്മൾ എന്താ യൂസ് ചെയ്യേണ്ടത്? 2+V1 അല്ല, ഓഫ് പ്ലസ് ING ഫോം. ഐ എം കോൺഫിഡൻറ്റ് ഓഫ് പാസിങ്. ഇന്ന പ്രവൃത്തി, ഇന്നൊരു കാര്യം ചെയ്യാൻ ഞാൻ കോൺഫിഡൻ്റ് ആണ് എന്ന് പറയുമ്പോൾ കോൺഫിഡൻറ്റ് ഓഫ് ING ഫോം യൂസ് ചെയ്യേണ്ടത്.
Okay, as I have worked hard, I am confident of passing with flying colors എന്നാണ് പറയാം. Okay, option B. Yes. A second. Okay. We went to that place with a view to help the earthquake victims. Okay, earthquake victimsനെ ഹെൽപ്പ് ചെയ്യേണ്ട ഒരു ഉദ്ദേശത്തോടെയാണ് ഓക്കെ ആ സ്ഥലത്തേക്ക് പോയത്. ഓക്കെ, വിത്ത് എ വ്യൂ ടു ഹെൽപ്പ്, അവിടെയും നമ്മൾ 2+V1 പകരം നമ്മൾ എന്താ യൂസ് ചെയ്യേണ്ടത്? നേരത്തെ സെയിം ക്വസ്റ്റ്യൻ പോലെ വി വെന്റ് ടു ദറ്റ് പ്ലേസ് വിത്ത് എ വ്യൂ ഓൺ ഹെൽപ്പിംഗ്. ടു ഹെൽപ്പ് എന്ന് പറയുന്ന 2+V1 ഒഴിവാക്കിയിട്ട് നമ്മൾ ഓൺ പ്ലസ് ING ഫോം വിത്ത് എ വ്യൂ ഓൺ ഹെൽപ്പിംഗ് ദ earthquake victims എന്നാണ് പറയേണ്ടത്. ഒരു സെക്കൻഡ്. ജസ്റ്റ് 1 സെക്കൻഡ്. ഓക്കെ, സോ അപ്പോൾ എന്താണ് ഓപ്ഷൻ ബി അല്ലേ? ഓപ്ഷൻ ബിയിലാണ് മിസ്റ്റേക്ക് ഉള്ളത്. ഓപ്ഷൻ ബിയിൽ മിസ്റ്റേക്ക് അല്ലേ? അപ്പോൾ വിത്ത് എ വ്യൂ, എപ്പോഴും നമ്മൾ വിത്ത് എ വ്യൂ ഇന്ന ഒരു ഉദ്ദേശത്തോടെയാണ് എന്ന് പറയുമ്പോൾ വിത്ത് എ വ്യൂ ഉദ്ദേശിക്കുമ്പോൾ ഈ ഒരു ഉദ്ദേശത്വം അല്ല, ഈ ഒരു ഉദ്ദേശം വെച്ചിട്ടാണ് നമ്മൾ ഇന്ന പ്രവൃത്തി ചെയ്യുന്നത്, ഇന്ന കാര്യം ചെയ്യുന്നത്. അപ്പോൾ വിത്ത് എ വ്യൂ ടു ഹെൽപ്പ്, അവിടെ 2+V1 പാടില്ല. വിത്ത് എ വ്യൂ ഓൺ പ്ലസ് ING ഫോം, ഓപ്ഷൻ ബി അല്ലേ? ഓൺ പ്ലസ് ING ഫോമാണ് വേണ്ടത്. Right. You should avoid to go to school as you have severe eye infection. You should avoid to go to school. അവിടെ ഇന്ന ഒരു പ്രവൃത്തി, ഒരു ആക്ടിവിറ്റി ചെയ്യുന്നത് അവോയ്ഡ് ചെയ്യണം അല്ലെങ്കിൽ നിർത്തണം എന്ന് പറയുമ്പോൾ യു ഷുഡ് അവോയ്ഡ് തന്നെ വേർബിൻ്റെ കൂടെ എന്താ യൂസ് ചെയ്യേണ്ടത്? ടു ഗോ ടു സ്കൂൾ അല്ല, അവിടെ ജസ്റ്റ് പ്ലെയിൻ ആയിട്ട് ING ഫോം മാത്രം യൂസ് ചെയ്താൽ മതി. എന്താണ് പ്രവൃത്തി? ഗോ. അപ്പോൾ അവോയ്ഡ് ഗോയിങ് ടു സ്കൂൾ, അവോയ്ഡ് ഗോയിങ് ടു സ്കൂൾ ആസ് യു ഹാവ് സിവിയർ ഐ ഇൻഫെക്ഷൻ എന്നാണ് നമ്മളവിടെ ഉപയോഗിക്കേണ്ടത് അല്ലേ? ഓക്കെ, അപ്പോൾ ഓപ്ഷൻ ബി. ഓപ്ഷൻ ബി, യെസ്. 8. ഐ ഹാവ് നോ അച്ചീവ്മെൻറ്റ് ടു ബോസ്റ്റ്. ബോസ്റ്റ് എന്ന് പറയുമ്പോൾ എന്താർത്ഥം? BOAST. ബോസ്റ്റ് എന്ന് പറയുമ്പോൾ പൊങ്ങച്ചം പറയുക, അത്രേ ഉള്ളൂ. പൊങ്ങച്ചം പറയുക. ഇപ്പോൾ ഇവിടെ ഈ സെൻറ്റൻസിൽ പറഞ്ഞ പോലെ തന്നെ അച്ചീവ്മെൻറ്റ്, അതായത് നമ്മൾ നേടിയ നേട്ടങ്ങളെക്കുറിച്ച് ഭയങ്കര കാര്യമായിട്ട് പറയുക, അതാണ് ഈ പറയുന്ന ബോസ്റ്റ് ചെയ്യാന്ന് പറയാം. പക്ഷേ ബോസ്റ്റിന്റെ കൂടെ ബോസ്റ്റിന്റെ കൂടെ നമ്മൾ ഉപയോഗിക്കേണ്ട പ്രപ്പോസിഷൻ ബോസ്റ്റ് ഓഫ് എന്നാണ്. ബോസ്റ്റ് ഓഫ് എന്ന് പറഞ്ഞൊരു സാധനം കൂടെയാണ്. ബോസ്റ്റിംഗ് ഓഫ് മൈ അച്ചീവ്മെന്റ്സ്. അപ്പോൾ ഓപ്ഷൻ സി, ബോസ്റ്റ് ഓഫ് എന്നാണ്. ബോസ്റ്റിന്റെ കൂടെ ഓഫ് കൂടെ വേണം, എന്നാലേ അത് പെർഫെക്റ്റ് ആവുന്നുള്ളൂ. ഓക്കെ, റൈറ്റ്. അടുത്ത്, വൺ മസ്റ്റ് അവെയിൽ ഓഫ് എവറി ഓപ്പർച്യൂണിറ്റി ദാറ്റ് കംസ് ഇൻ ലൈഫ്. ഓക്കെ, വൺ മസ്റ്റ് അവെയിൽ ഓഫ് എവറി ഓപ്പർച്യൂണിറ്റി ദാറ്റ് കംസ് ഇൻ ലൈഫ്. ഇവിടെ എന്താ മിസ്റ്റേക്ക്? ഇവിടെ മിസ്റ്റേക്ക് ഒന്നുമില്ല, കാരണം 1 ആണ് സബ്ജക്റ്റ്. മസ്റ്റ് എന്ന് പറയുന്നത് കറക്റ്റാണ്. അവെയിൽ എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ ഓഫറിനെ കുറിച്ചൊക്കെ പറയുമ്പോൾ അല്ലേ, ഓഫറിനെ കുറിച്ചൊക്കെ പറയുമ്പോൾ നമ്മൾ അവെയിൽ ഓഫ് എന്ന് പറയണം അല്ലേ? അവെയിൽ ഓഫ് ദിസ് ഓഫർ. ഓക്കെ, അപ്പോൾ ഓഫും പ്രശ്നമൊന്നുമില്ല. അവെയിൽ ഓഫ് എവറി ഓപ്പർച്യൂണിറ്റി ദാറ്റ് കംസ് ഇൻ ലൈഫ്, ദാറ്റ് കംസ് ഇൻ ലൈഫ്, അതും കറക്റ്റാണ്. കാരണം ഓപ്പർച്യൂണിറ്റി ആണ് ഇവിടെ ആൻറ്റീസിഡൻ്റ്, അത് സിംഗുലർ ആണ്. സോ ദാറ്റ് കംസ് ഇൻ ലൈഫ് എന്ന് പറയുമ്പോൾ അവിടെ നോ എറർ ആണ്, മിസ്റ്റേക്ക് ഒന്നുമില്ല. ഓക്കെ, ജസ്റ്റ് 1 more second. ഓക്കെ, പിന്നെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ എവെയിലിന് ശേഷം നമ്മൾ ചില ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് വേർബ്സ് ഉണ്ട്. നമ്മൾ എന്താണ് ഇപ്പോൾ എൻജോയ് എന്നിട്ട് വേർബ് ഒക്കെ ഉണ്ട്. എൻജോയ് എന്ന് പറയുന്ന വേർബ് ഒരു എക്സാമ്പിൾ മാത്രമാണ്. അപ്പോൾ എൻജോയ് എന്ന് പറയുമ്പോൾ ഈ ഒരു വേർബിൻ്റെ കൂടെ നമ്മൾ ഒരു ഓബ്ജക്റ്റ് ഇല്ലെങ്കിൽ, ഫോർ എക്സാമ്പിൾ എന്താണ്, എൻജോയ് മൈ ഹോളിഡേയ്സ്, ഐ വോണ്ട് ടു എൻജോയ് മൈ ഹോളിഡേയ്സ്. അപ്പോൾ ഇവിടെ ഹോളിഡേയ്സിനെയാണ് എൻജോയ് ചെയ്യുന്നത്. അവിടെ ഓബ്ജക്റ്റ് ആയിട്ട് ഹോളിഡേയ്സ് ഉണ്ട്. പക്ഷേ അവിടെ ഒരു സെൻറ്റൻസിൽ ഒരു ഓബ്ജക്റ്റ് ഇല്ലെങ്കിൽ, അങ്ങനെ ഓബ്ജക്റ്റ് ഇല്ലാതെയാണ് എൻജോയ് എന്ന വേർബ് ഉപയോഗിക്കുന്നതെങ്കിൽ നമ്മൾ അവിടെ റിഫ്ലെക്സീവ് പ്രോണൗൺ യൂസ് ചെയ്യണം. എന്താണ് റിഫ്ലെക്സീവ് പ്രോണൗൺ? റിഫ്ലെക്സീവ് പ്രോണൗൺ എന്ന് പറയുമ്പോൾ മൈ സെൽഫ്, യുവർ സെൽഫ്, ഹെർ സെൽഫ്, ഹിംസെൽഫ് അല്ലേ? സെൽഫ് എന്ന് കൂട്ടിയിട്ട് നമ്മൾ പറയുന്ന നൗൺസ് ആണ് റിഫ്ലെക്സീവ് പ്രൊണൗൺസ്. അപ്പോൾ അങ്ങനെ ഓബ്ജക്റ്റ് ഇല്ലെങ്കിൽ നമ്മൾ ഉപയോഗിക്കേണ്ട, അല്ലെങ്കിൽ എൻജോയ് നമ്മൾ ഉപയോഗിക്കുമ്പോൾ അതിനൂടെ പറയുമ്പോൾ അതിൻ്റെ കൂടെ റിഫ്ലെക്സീവ് പ്രൊണൗൺ യൂസ് ചെയ്യണം. ഫോർ എക്സാമ്പിൾ,
ഐ വാണ്ട് ടു എൻജോയ് എന്നല്ല, ഐ വാണ്ട് ടു എൻജോയ് മൈസെൽഫ് എന്നാണ് പ്രോപ്പർ ഇംഗ്ലീഷ് പ്രകാരം. സോ ഐ വാണ്ട് ടു എൻജോയ് മൈസെൽഫ് എന്നാണ് പറയേണ്ടത്. അതുപോലെ തന്നെ ഒരു സിമിലർ വേർഡാണ് എവെയിൽ. എവെയിൽ മൈസെൽഫ് എന്ന് പറയണം. ഓക്കെ, വൺ മൈസെൽഫ് അല്ല, ഇവിടെ സബ്ജക്റ്റ് വൺ ആയതുകൊണ്ട് വൺ സെൽഫ് എന്ന് പറയും. സോ വൺ മസ്റ്റ് അവെയിൽ വൺ സെൽഫ് ഓഫ് എവറി ഓപ്പർച്യൂണിറ്റി അല്ലേ. അവിടെ ഒരു വൺ സെൽഫിൻ്റെ ആവശ്യമുണ്ട്. കാരണം ഇതൊരു ഒരു ദിസ് ഇസ് ആൻ എക്സാമ്പിൾ. ഒരു അവെയിൽ എന്ന് പറയുന്നത് ഇസ് എ എക്സാമ്പിൾ ഓഫ് വേർബ് ദാറ്റ് നീഡ്സ് എ റിഫ്ലെക്സീവ് പ്രൊനൗൺ. റിഫ്ലെക്സീവ് പ്രൊനൗൺ. ഓക്കെ, വൺ മസ്റ്റ് അവെയിൽ വൺ സെൽഫ് ഓഫ് എവറി ഓപ്പർച്യൂണിറ്റി എന്നാണ് പറയുക. ഓക്കെ, അടുത്തത് ഓപ്ഷൻ അപ്പോൾ ഡി. ഹാവ് ദ ലെറ്റർ സെൻഡ് ബൈ സംവൺ ഹൂ ഇസ് ട്രസ്റ്റ് വർതി. ഓക്കെ, ട്രസ്റ്റ് വർതി. ഓക്കെ, മെസ്സേജ് ഒന്ന് ജസ്റ്റ് നോക്കിയാണ്. നിങ്ങളെ ചാറ്റിൽ എന്തെങ്കിലും ആരെങ്കിലും ഓക്കെ സ്ക്രീൻ ഷെയർ ചെയ്യുന്നതുകൊണ്ട് എനിക്ക് മെസ്സേജ് ഒന്നും കാണാൻ പറ്റില്ല. അങ്ങനെ ഒരു ചെറിയൊരു പ്രോബ്ലം ഉണ്ട്. ഓക്കെ, റൈറ്റ്. അപ്പോൾ ഹാവ് ദ ലെറ്റർ സെൻഡ് ബൈ സംവൺ ഹൂസ് ട്രസ്റ്റ് വർതി. അവിടെ എന്താണ് ഹാവ് ദ ലെറ്റർ എന്ന് പറയുമ്പോൾ, അതായത് ആരെങ്കിലും ട്രസ്റ്റ് വർതി ആയിട്ടുള്ള ആരെങ്കിലും കൊണ്ട് കത്ത് അയപ്പിക്കൂ അല്ലെ, അയക്കാനാണ് ഉദ്ദേശിക്കുന്നത്, അയക്കാനാണ് പറയുന്നത്. അപ്പോൾ ഹാവ് ദ ലെറ്റർ സെൻറ്റ് എന്നാണ് പറയാം. ഹാവ് ദ ലെറ്റർ സെൻറ്റ് ഇവിടെ V3 ഫോം ആണ്. V3 ഫോം ആണ് അല്ലേ. ഹാവ് ദിസ് കാർ പെയിൻറ്റഡ് ബ്ലാക്ക് അല്ലേ. ഹാവ് ദിസ് വാൾ പെയിൻറ്റഡ് ബ്ലാക്ക്. ഈ വാൾ ബ്ലാക്ക് കളർ പെയിൻ്റ് ആയിട്ട് അടിക്കാൻ ആരെങ്കിലും ഏൽപ്പിക്കും അല്ലേ, അതാണ് ഹാവ്. അപ്പം ഹാവ് ദ എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത്. സോ ഹാവ് ദ ലെറ്റർ V3 ഫോം വേണം. V3 ഫോം എന്താണ് സെൻറ്റ് ആണ്, സെൻറ്റ് അല്ല, SENT. ഹാവ് ദ ലെറ്റർ സെൻറ്റ് ബൈ സംവൺ ഹൂ ഇസ് ട്രസ്റ്റ് വർതി. ഓപ്ഷൻ ബി അല്ലേ, ട്രസ്റ്റ് വർതി. ഓക്കെ, അടുത്തത് 11. വുഡ് യു പ്ലീസ് ഓർഡർ ഫോർ ടീ ആൻഡ് ബിസ്ക്കറ്റ്സ് ഫോർ ഓൾ ഓഫ് us. ഇവിടെ എന്തായിരിക്കും മിസ്റ്റേക്ക് വരിക? അതായത് ഫോർ ടീ ആൻഡ് ബിസ്ക്കറ്റ്സ്, അതായത് ടീയും ബിസ്ക്കറ്റ്സും നമുക്ക് വേണ്ടി ഓർഡർ ചെയ്യാൻ പറ്റുമോ അല്ലേ, ചോദ്യമാണ്. പക്ഷേ ശ്രദ്ധിക്കേണ്ടത് ഓർഡർ എന്ന് പറയുന്ന ഈ വേർബ്, പ്രത്യേകിച്ച് നമ്മൾ ഭക്ഷണം ഓർഡർ ചെയ്യുക അങ്ങനത്തെ ആ ഒരു മീനിങ്ങിൽ നമ്മൾ ഓർഡർ എന്ന് പറയുന്ന വേർബ് ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ കൂടെ ഫോർ എന്ന് പറയുന്ന പ്രപ്പോസിഷൻ ഉപയോഗിക്കാൻ പാടില്ല. ഒരു തരത്തിലുള്ള പ്രപ്പോസിഷൻ ഉപയോഗിക്കാൻ പാടില്ല. ഓർഡർ എന്ന് പറഞ്ഞാൽ ഓർഡർ തന്നെയുള്ളൂ, അതിൻ്റെ കൂടെ വേറെ പ്രപ്പോസിഷൻ ആവശ്യമില്ല. സോ ഓർഡർ ടീ ആൻഡ് ബിസ്ക്കറ്റ്സ്, ഓർഡർ ഡിന്നർ. ഐ ആം ഗോയിങ് ടു ഓർഡർ ഡിന്നർ ഫോർ us. ഓർഡർ ഫോർ അല്ല, ഓർഡർ ടീ ആൻഡ് ബിസ്ക്കറ്റ്സ്. ഓപ്ഷൻ ബി ആണ് അല്ലേ, ബി പാർട്ടിലാണ് മിസ്റ്റേക്ക്, ബി ആണ്. ഓക്കെ, എവ്രി വൺ കൺസിഡേർഡ് ഹിം as a brave man, but he fled from the battlefield. Fled അല്ലേ. ഓക്കെ, ഫ്ലീൻ്റെ പാസ്റ്റ് ടെൻസ് ആണ് ഈ ഫ്ലഡ് അല്ലേ. ഓക്കെ, ഈ ഫ്ലഡ് എന്ന് വെച്ചാൽ അവിടുന്ന് സ്കൂട്ടായി എന്ന് ഉദ്ദേശിക്കുന്നത് അല്ലേ, അത് ഓക്കെ. പക്ഷേ ഇവിടെ പ്രോബ്ലം എവിടെ വെച്ചാണ്, കൺസിഡർ എന്ന് പറഞ്ഞ വേർബ് ഉണ്ട്. കൺസിഡർ എന്ന് പറയുന്ന വേർബ് ഉണ്ട്. ആ വേർബിൻ്റെ കൂടെ നമ്മൾ ആസ് എന്ന് ഉപയോഗിക്കാൻ പാടില്ല. ചില വാക്കുകളുണ്ട് അതിൻ്റെ കൂടെ നമ്മൾ ആസ് പ്രയോഗിക്കാൻ പാടില്ല. ഏതൊക്കെയാണ്? അപ്പോൾ സെലക്ട് അല്ലേ, സെലക്റ്റഡ് ഉണ്ട്, പിന്നെ അപ്പോയിൻറ്റഡ് ഉണ്ട്. അപ്പോയിൻറ്റഡ് നമ്മൾ പലതവണ എക്സ്പ്ലെയിൻ ചെയ്തതാണ്. അപ്പോയിൻറ്റഡ് എന്നൊക്കെ പറയുമ്പോൾ അതിൻ്റെ കൂടെ ആസ് എന്ന് പറയാൻ പാടില്ല. ഹി വാസ് അപ്പോയിൻറ്റഡ് ദ കോച്ച്, ഹി വാസ് അപ്പോയിൻറ്റഡ് ദ മാനേജർ, ഹി വാസ് അപ്പോയിൻറ്റഡ് ദ പ്രസിഡൻറ്റ്, വട്ടെവർ. അപ്പോൾ എന്താണെങ്കിലും ഇന്ന ഒരു വ്യക്തി ഇന്ന ഒരു കാര്യമായിട്ട് പോസ്റ്റിലേക്ക് അപ്പോയിൻറ്റ് ചെയ്യപ്പെട്ടു എന്ന് പറയുമ്പോൾ അവിടെ ആസ് എന്ന് ചേർക്കാൻ പാടില്ല, തെറ്റാണ്. അപ്പോയിൻറ്റഡ് എന്ന് മാത്രമേ പറയാൻ പാടുള്ളൂ. അതുപോലെ സെലക്ടിൻ്റെ കൂടെയും ആസ് ചേർക്കാൻ പാടില്ല, കൺസിഡറിൻ്റെ കൂടെയും ആസ് ചേർക്കാൻ പാടില്ല. കൺസിഡർ ഹിം എ ബ്രേവ് മാൻ, എവ്രി വൺ കൺസിഡേർഡ് ഹിം എ ബ്രേവ് മാൻ എന്ന് പറഞ്ഞാൽ മതി, ആസ് എന്ന് പറയാൻ പാടില്ല. ഓപ്ഷൻ എ. 13. മൈ ഫാദർ ഡസ് നോട്ട് മൈൻഡ് ടു ബി ഡിസ്റ്റർബ്ഡ് വൈൽ ഹി ഈസ് റീഡിംഗ് ദ ന്യൂസ് പേപ്പർ. ഓക്കെ, ഡസ് നോട്ട് മൈൻഡ് ടു ബി ഡിസ്റ്റർബ്. അവിടെ നമ്മൾ ഇങ്ങനെ ഒരു പെർട്ടിക്കുലർ കോണ്ടെക്സ്റ്റിൽ പറയുമ്പോൾ ടു ബി ഡിസ്റ്റർബിനേക്കാളും ഇവിടെ എന്താ വേണ്ടത്, അതായത് ഇന്ന ഒരു പ്രവൃത്തി ചെയ്യുന്നതിൽ അല്ലേ, പ്രവൃത്തി ചെയ്യപ്പെടുന്നതിൽ, ഇന്ന ഒരു പെർട്ടിക്കുലർ ആക്ടിവിറ്റി ചെയ്യുന്നതിൽ, അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യപ്പെടുന്നത് വലിയ പ്രശ്നമല്ല, അല്ലെങ്കിൽ അത് മൈൻഡ് ചെയ്യില്ല എന്ന് പറയുമ്പോൾ ഡസ് നോട്ട് മൈൻഡ് ടു ബി ഡിസ്റ്റർബ് അല്ല. മൈൻഡ് അവിടെ ബീയിങ്ങിൻ്റെ ING ഫോമാണ് ബീയിങ്. മൈൻഡ് ഡസ് നോട്ട് മൈൻഡ് ബീയിങ് ഡിസ്റ്റർബ്ഡ്. ബീയിങ് ഡിസ്റ്റർബ്ഡ് ആണ്, അതായത് ഡിസ്റ്റർബ് ചെയ്യപ്പെടുക എന്ന് പറയുന്ന ഒരു മീനിങ് ആണ് ബീയിങ് ഡിസ്റ്റർബ്ഡ് വരിക.
ബീയിങ് ഡിസ്റ്റർബ്ഡ് എന്ന് പറയുന്ന മീനിങ് ആണ് ഡിസ്റ്റർബ് ചെയ്യപ്പെടുക. അപ്പോൾ ഡിസ്റ്റർബ് ചെയ്യപ്പെടുന്നതിൽ വലിയ മൈൻഡ് ചെയ്യില്ല. സോ ഡസ് നോട്ട് മൈൻഡ് ബീയിങ് ഡിസ്റ്റർബ്ഡ് ആണ്. ഓക്കെ, മൈ ഫാദർ ഡസ് നോട്ട് മൈൻഡ്, അല്ലെങ്കിൽ മൈ ഫ്രണ്ട് ഡസ് നോട്ട് മൈൻഡ് ബീയിങ് റിഡിക്യൂൾഡ്. റിഡിക്യൂൾഡിനെക്കാളും കുറച്ചുകൂടെ സിമ്പിൾ ആയിട്ടുള്ള വാക്ക് എന്താണ്? മെയ്ഡ് ഫൺ ഓഫ്, അല്ലെങ്കിൽ റിഡിക്യൂൾഡ് എന്ന് പറയാം അല്ലേ. റിഡിക്യൂൾഡ് എന്ന് പറയുമ്പോൾ എന്താ അർത്ഥം? കളിയാക്കുക അല്ലേ, റിഡിക്യൂൾഡ്. അപ്പോൾ മൈ ഫാദർ ഡസ് നോട്ട് മൈൻഡ് ബീയിങ് റിഡിക്യൂൾഡ്, അല്ലെങ്കിൽ മൈ ഫ്രണ്ട് ഡസ് നോട്ട് മൈൻഡ് ബീയിങ് റിഡിക്യൂൾഡ് എന്ന് പറയാം. എന്ന് വെച്ചാൽ കളിയാക്കുന്നത് അവന് വലിയ പ്രശ്നമില്ല, അത് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ടു ബി ഡിസ്റ്റർബ്ഡ് അല്ല, ബീയിങ് ഡിസ്റ്റർബ്ഡ്. ഓപ്ഷൻ ബി, ബീയിങ് ഡിസ്റ്റർബ്ഡ്. ഓക്കെ, അടുത്തെന്താണ്? Perhaps you do not know I am having a car and a jeep besides a big house in a good locality. Okay, അപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട് പൊസഷൻ കാണിക്കാൻ വേണ്ടിയിട്ടില്ലേ, പൊസഷൻ കാണിക്കാൻ വേണ്ടിയിട്ട്, അതായത് പൊസഷൻ എന്ന് ഉദ്ദേശിക്കുന്നത് എന്താ? ഓണർഷിപ്പ് അല്ലേ, ഉടമസ്ഥത കാണിക്കാൻ വേണ്ടിയിട്ട് ഡിനോട്ട് ചെയ്യുന്ന വാക്കുകൾ ING ഫോം ഉപയോഗിച്ചിട്ട് ഒരിക്കലും നമ്മൾ പറയാൻ പാടില്ല. ഐ ആം ഹാവിങ് എ കാർ എന്ന് പറയുന്നത് തെറ്റാണ്. പകരം ഐ ഹാവ് എ കാർ എന്ന് പറഞ്ഞാൽ മതി. ഐ ഹാവ് എ കാർ ആൻഡ് ജീപ്പ്. I have a car and a jeep. അല്ലാതെ I am having lot of friends, I am having fever എന്നല്ല. I have fever, I have a lot of friends, I have a car and a jeep. അല്ലേ, ഓപ്ഷൻ B. The lawyer asked me if it were worth to take the matter to court. എന്നുവെച്ചാൽ കാര്യങ്ങൾ കോടതിയിലേക്ക് എടുക്കാൻ മാത്രം ഉണ്ടോ, അതിന് മാത്രം ഉണ്ടോ ഈ കാര്യം. അപ്പോൾ അതിനും മാത്രം എന്ന് പറയുന്ന മീനിങ് ആണ് ഇഫ് ഇറ്റ് വെയർ വർത്ത് അല്ലേ. വർത്ത് ആണോ, അതിന് മാത്രം ഉണ്ടോ, ഇതിന് ഈ ഒരു അതിന് മാത്രം ഇമ്പോർട്ടൻസ് ഉണ്ടോ എന്നൊക്കെ ഉദ്ദേശിച്ചത്. വർത്ത് ആണോ അല്ലേ. അപ്പോൾ ഇഫ് ഇറ്റ് വെയർ വർത്ത് എന്ന് പറയുമ്പോൾ നമ്മൾ ചോദിക്കും അതിൻ്റെ കൂടെ 2+V1 ചേർക്കാൻ പാടില്ല. 2+V1 തെറ്റാണ്. അവിടെ സിമ്പിളായിട്ട് ING ഫോം യൂസ് ചെയ്യാൻ മതി. ING ഫോം ഓഫ് ദ വേർഡ്. ഇൻസ്റ്റെഡ് ഓഫ് 2+V1 യു ഹാവ് ടു യൂസ് ING ഫോം. അതായത് ഇഫ് ഇറ്റ് വെയർ വർത്ത് ടേക്കിംഗ് ദ മാറ്റർ ടു കോർട്ട്. ഇഫ് ഇറ്റ് were worth taking the matter to court. ഇവിടെ ഇറ്റ് സിംഗുലർ ആണ് നമുക്കറിയാം, പക്ഷെ എന്തുകൊണ്ടാണ് വേർ എന്ന് യൂസ് ചെയ്തിരിക്കുന്നത്? അതായത് അങ്ങനെ ഒന്ന് എന്താണ് ആലോചിക്കുകയാണ് അല്ലേ, ഒന്ന് ആലോചിക്കുകയാണ്. അപ്പോൾ ഒരു ഹൈപ്പോത്തറ്റിക്കൽ എന്ന് പറയാൻ പറ്റില്ല, സങ്കല്പിച്ച് നോക്കുകയാണ്. അപ്പോൾ സങ്കല്പിച്ച് നോക്കുകയാണ്. ഇഫ് ആസ്മി അങ്ങനെ ചോദിക്കുകയാണ്. സാങ്കല്പികമായിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്ന പോലെ തന്നെ അതുപോലെ അങ്ങനത്തെ ഒരു കാര്യം, ഹൈപ്പോത്തറ്റിക്കലായിട്ടൊരു കാര്യം പറയുന്നതുകൊണ്ടാണ് അവിടെ വേർ എന്ന് പറഞ്ഞ് യൂസ് ചെയ്തിരിക്കുന്നത്. ഈവൻ ദോ ദ സബ്ജക്ട് ഇറ്റ് ഇസ് സിംഗുലർ അല്ലേ. ഇറ്റ് വാസ് വർത്ത് അല്ല, ഇറ്റ് വെയർ വർത്ത്. ഇറ്റ് വെയർ വർത്ത് ടേക്കിംഗ് ദ മാറ്റർ ടു കോർട്ട്. ഓക്കെ, ഇറ്റ് വെയർ ആണ്, ഇറ്റ് വാസ് അല്ല. ഓപ്ഷൻ ബി. 16. ഐ ബേഡ് ഹിം ടു സബ്മിറ്റ് ഓൾ ദ ഇമ്പോർട്ടൻറ്റ് ഡോക്യുമെൻറ്റ്സ് ബിഫോർ ഹി ലെഫ്റ്റ് ദ ജോബ്. ഓക്കെ, I bade him to submit all the important documents. ഈ bade എന്ന് പറയുമ്പോൾ അർത്ഥം എന്താണ്? bade എന്ന് പറയുമ്പോൾ ബിഡിൻ്റെ പാസ്റ്റ് ടെൻസ് ആണ് അല്ലേ. ബിഡിൻ്റെ പാസ്റ്റ് ടെൻസ് ആണ്. ഓക്കെ, ബിഡിൻ്റെ V2 ഫോം അല്ലെങ്കിൽ. അപ്പോൾ ബിഡ് ചെയ്യാന്ന് പറയുമ്പോൾ എന്താ ഉദ്ദേശിക്കുന്നത്? ഇന്നൊരു ജോലിക്ക് പോയതിനെക്കാട്ടും മുന്നേ എല്ലാ ഇമ്പോർട്ടൻറ്റ് ഡോക്യുമെൻറ്റ്സും സബ്മിറ്റ് ചെയ്യാൻ ഞാൻ പറഞ്ഞു എന്ന് പറയുന്ന ഒരു എന്താണ് സജസ്റ്റ് ചെയ്തു എന്നൊക്കെ ഒരു മീനിങ് ആണ് ബിഡ് അല്ലേ. ഇന്നൊരു കാര്യം ചെയ്യിപ്പിച്ചു, സബ്മിറ്റ് ചെയ്യിപ്പിച്ചു എന്നൊക്കെയാണ്. സോ ഐ ബേഡ് ഹിം, ബിഡിൻ്റെ പാസ്റ്റ് ആണ്. ബിഡ് എന്ന് പറഞ്ഞ വാക്കിൻ്റെ അർത്ഥം അതാണ് അല്ലേ. ഇന്നൊരു കാര്യം ഞാൻ പറഞ്ഞു അല്ലേ, അവനെ പ്രേരിപ്പിച്ചു എന്നൊക്കെ അർത്ഥം. അപ്പോൾ അവിടെ ശ്രദ്ധിക്കേണ്ടത് ബേഡ് എന്ന് പറയുമ്പോൾ അതിൻ്റെ കൂടെ 2+V1 ചേർക്കാൻ പാടില്ല. നമ്മളിവിടെ 2+V1 ഫോം, അതാണ് ടു സബ്മിറ്റ്, അത് ചേർക്കാൻ പാടില്ല. എന്താ വെക്കേണ്ടത്? നമ്മൾ ബെയർ ഇൻഫിനിറ്റീവ് എന്ന് പറയും. അതായത് ശരിക്കും ഇൻഫിനിറ്റീവ് എന്ന് പറഞ്ഞാൽ 2+V1 ആണ്. 2+V1നെയാണ് നമ്മൾ ഇൻഫിനിറ്റീവ് എന്ന് പറയാം. പകരം V1 മാത്രമാണെങ്കിൽ നമ്മൾ എന്താ പറയുക? ബെയർ ഇൻഫിനിറ്റീവ്. അതാണ് ഇവിടെ ബെയർ ഇൻഫിനിറ്റീവ്. സോ ഇൻസ്റ്റെഡ് ഓഫ് ടു സബ്മിറ്റ് നമ്മൾ എന്താ പറയുക? ഐ ബേഡ് ഹിം സബ്മിറ്റ്. 2 കട്ട് ചെയ്താലുണ്ട്. ഐ ബേഡ് ഹിം സബ്മിറ്റ് ഓൾ ദ ഇമ്പോർട്ടൻറ്റ് ഡോക്യുമെൻറ്റ്സ് ബിഫോർ ഹി ലെഫ്റ്റ് ദ ജോബ്. ഓപ്ഷൻ ബി. 17. He thinks himself as a great scholar. Okay. He think. നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ കൺസിഡർ, അതുപോലെ കൺസിഡർ, സെലക്ട്, അപ്പോയിൻറ്റ് എന്ന് പറയുന്നതിൻ്റെ കൂടെ തന്നെ തിങ്കിൻ്റെയും കൂടെ നമ്മൾ ആസ് ചേർക്കാൻ പാടില്ല. ഹി തിങ്സ് ഹിംസെൽഫ് എ ഗ്രേറ്റ് സ്കോളർ. അവൻ ചിന്തിക്കുന്നത്, അവനെക്കുറിച്ച് തന്നെ ചിന്തിക്കുന്നത് ഭയങ്കരമായിട്ടില്ല
ഒരു പണ്ഡിതനാണെന്നാണ് കരുതുന്നത്. പക്ഷേ അങ്ങനെയൊന്നുമല്ല അല്ലേ, അങ്ങനെയൊന്നല്ലാതൊന്നുമില്ല. പക്ഷേ ഈ തിങ്സ് ഹിംസെൽഫ് അങ്ങനെയാണ്. അത്രേ ഉള്ളൂ. ഓപ്ഷൻ സി അല്ലേ. ഓക്കെ, റൈറ്റ്. അടുത്ത, ഓൾ ദ കാൻഡിഡേറ്റ്സ് വിൽ ഗിവ് എ ടെസ്റ്റ് ഓൺ ഫ്രൈഡേ. ഓൾ ദ കാൻഡിഡേറ്റ്സ് വിൽ ഗിവ് എ ടെസ്റ്റ്. ഇവിടെ ഗിവ് എ ടെസ്റ്റ് എന്ന് പറയുന്നത് ഇപ്പോൾ അത് നമ്മൾ ഒരു കൊളോക്കിയൽ യൂസേജ് ആണ്. ഗിവിങ് എ ടെസ്റ്റ്, ഗിവ് എ ടെസ്റ്റ് എന്ന് പറയുമ്പോൾ ടെസ്റ്റ് അറ്റൻഡ് ചെയ്യാന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഓൾ ദ കാൻഡിഡേറ്റ്സ് വിൽ ഗിവ് എ ടെസ്റ്റ് അല്ല. അതായത് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യുക എന്ന് പറയുമ്പോൾ ഗിവ് എ ടെസ്റ്റിന് പകരം ടേക്ക് എന്ന് പറയുന്നത്. ടേക്ക് എന്നാണ് പറയുന്നത്. ടേക്ക് എ ടെസ്റ്റ് അല്ലേ. ഐ എം ഗോയിങ് ടു ടേക്ക് എ ടെസ്റ്റ് എന്നാണ് പറയുക വെൻ വി സേ എന്താണ് ഒരു എക്സാം എഴുതാൻ പോവാണ് അല്ലെങ്കിൽ അറ്റൻഡ് ചെയ്യാൻ പോവാണെന്ന് പറയുമ്പോൾ. ഓക്കെ, സോ ടേക്ക് എ ടെസ്റ്റ് ആണ്, നോട്ട് ഗിവ് എ ടെസ്റ്റ്. ഗിവിന് പകരം ടേക്ക്. അപ്പോൾ ഇതുപോലെ ചില വേർബുകളുടെ യൂസേജിലാണ് നമ്മളിന്ന് കുറച്ചുകൂടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കേണ്ടത്. ഓക്കെ, 19. മിസ്സസ് ദൊറൈ വുഡ് റാദർ സ്പെൻഡ് എ ക്വയറ്റ് ഈവനിങ് ദാൻ അറ്റൻഡിങ് എ പാർട്ടി. ഇവിടെ ഒരു പാറ്റേൺ ശ്രദ്ധിക്കണം. റാദർ പിന്നെ ഒരു പെർട്ടിക്കുലർ വേർബിനെ പറ്റി പറയും അല്ലേ, V1. അതെന്താ ഉദ്ദേശിക്കുന്നത്? അതായത് റാദർ സ്പെൻഡ് എന്ന് പറയുമ്പോൾ ഒരു ക്വയറ്റ് ഈവനിങ് സ്പെൻഡ് ചെയ്യാനാണ് ആഗ്രഹിക്കുന്നത്. എന്തിനേക്കാൾ? ദാൻ. റാദർ, ഇവിടെ ഒരു ദാൻ ഉണ്ടാവും. ഓക്കെ, അതിനുശേഷവും V1 ആണ് വേണ്ടത്. അതായത് ഒരു പാർട്ടി അറ്റൻഡ് ചെയ്യുന്നതിനേക്കാൾ ഒരു വളരെ ക്വയറ്റായിട്ടുള്ള ഒരു ഈവനിങ് സ്പെൻഡ് ചെയ്യാനാണ് മിസ്സസ് ദൊറൈ പിന്നെ അങ്ങനെയാണ് ചെയ്യാറ് അല്ലേ. അവരങ്ങനെയാണ് താല്പര്യപ്പെടുന്നത് എന്നൊക്കെയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ വുഡ് റാദർ ഡു ദിസ് ദാൻ ദാറ്റ്, ഡു ദാറ്റ്. ഇന്ന പ്രവൃത്തി ചെയ്യുന്നതിനേക്കാളും ഈ ഒരു പ്രവൃത്തി ചെയ്യുന്നതിനാണ് പുള്ളിക്കാരിക്ക് അല്ലെങ്കിൽ മിസ്സസ് ദൊറൈന് താല്പര്യം എന്ന് ഉദ്ദേശിക്കുന്നത്. അവിടെ ശ്രദ്ധിക്കേണ്ടത് റാദറിന് ശേഷം V1 ഫോം വേണം, സ്പെൻഡ്. അതുപോലെ തന്നെ ദാനിന് ശേഷവും V1 ഫോം വേണം. സോ അറ്റൻഡിങ് എന്ന് പറയുമ്പോൾ അല്ല, അറ്റൻഡ് എന്ന് വേണ്ട അല്ല. ദാൻ അറ്റൻഡ്, റാദർ ദാൻ അറ്റൻഡ് എ പാർട്ടി. അറ്റൻഡിങ് എ പാർട്ടി അല്ല അല്ലേ. ഓപ്ഷൻ സി. ദി ഓഡിയൻസ് വാച്ച് ദ ക്ലൗൺസ് പെർഫോംഡ് ദിയർ ആക്ട് അല്ലേ. അതായത് ഇവിടെ ശ്രദ്ധിക്കുക, ഇവിടെ ഏതൊക്കെയാണ് വേർബ് ഉള്ളത്? വേർബ് ഏതൊക്കെയാണ്? ഒന്ന് വാച്ച്ഡ് ഉണ്ട് അല്ലേ. ഈ സെൻറ്റൻസിലെ മെയിൻ വേർബ് എന്താണ്? മെയിൻ വേർബ് വാച്ച്ഡ് ആണ്. ഓഡിയൻസ് ഇവിടെ സബ്ജക്റ്റ് ഉണ്ട് അല്ലേ, ഓഡിയൻസ് സബ്ജക്റ്റ്. അതുപോലെ വാച്ച്ഡ് എന്ന് പറയുന്നതാണ് ഇവിടെ മെയിൻ ആയിട്ടുള്ള വേർബ്. ഓക്കെ, പിന്നെ എന്താണ് വാച്ച് ചെയ്തത്? ക്ലൗൺസ് ആക്ട് പെർഫോം ചെയ്യുന്നത്. ഓക്കെ, ഇത് ശരിക്കും പറഞ്ഞാൽ ഇത് ഓബ്ജക്റ്റ് ആണ് അല്ലേ, ഇത് ഓബ്ജക്റ്റ് ആണ്. അപ്പോൾ സെൻറ്റൻസ് എന്തിലാണ്? സിമ്പിൾ പാസ്റ്റ് ടെൻസിലാണ്. അപ്പോൾ സിമ്പിൾ പാസ്റ്റ് ടെൻസിൽ മെയിൻ ആയിട്ടുള്ള വേർബ് നമ്മൾ പാസ്റ്റ് ടെൻസ് ഫോമിൽ പറയണം. വാച്ച്ഡ് അല്ല. ഈ വാച്ച്ഡ് എന്ന് പറയുന്നത് നമ്മുടെ പാസ്റ്റ് ടെൻസ് ഫോം അല്ലെങ്കിൽ V2 ഫോമാണ്. V1, V2, V3. V1 എന്ന് പറയുമ്പോൾ ബേസ് ഫോം, V2 പാസ്റ്റ് ടെൻസ്, V3 പാസ്റ്റ് പാർട്ടിസിപ്പിൾ. ഓക്കെ, അപ്പം ഇങ്ങനെ പാസ്റ്റ് ടെൻസിൽ അല്ലെങ്കിൽ സിമ്പിൾ പാസ്റ്റ് ടെൻസിൽ V2 ഫോം ഇവിടെ ഉണ്ടെങ്കിൽ നമുക്ക് രണ്ടാമത് പറഞ്ഞിരിക്കുന്ന വേർബും നമ്മൾ പാസ്റ്റ് ടെൻസിൽ പറയാൻ പാടില്ല. പകരം എന്താ പറയേണ്ടത്? ING ഫോമിൽ പറയണം. അപ്പോൾ പെർഫോംഡ് അല്ല, പെർഫോമിങ്. രണ്ട് വേർബും നമ്മൾ പാസ്റ്റ് ടെൻസ് ഫോമിൽ പറയാൻ പാടില്ല. സോ പെർഫോമിങ് ദി ആക്ട് അല്ലേ. ദി ഓഡിയൻസ് വാച്ച് ദ ക്ലൗൺസ് പെർഫോമിങ് ദി ആക്ട്. ഓപ്ഷൻ സി പാർട്ടിലാണ് മിസ്റ്റേക്ക്. ഇടയ്ക്ക് ഉള്ള പിന്നെ ചാറ്റ് ബോക്സ് ഒന്ന് നോക്കേണ്ടി വരും. നിങ്ങൾ ആരെങ്കിലും മെസ്സേജ് അയച്ചിട്ടുണ്ടെങ്കിൽ. ഓക്കെ, 21 മെസ്സേജ് അല്ല, ചാറ്റിൽ കറക്റ്റ് ആണ്. 21. ദ ലൈഫ് ഗാർഡ് വുഡ് നോട്ട് ലെറ്റ് ദ ചിൽഡ്രൻ ടു സ്വിം അറ്റ് ദ ഡീപ്പ് എൻഡ് ഓഫ് ദ പൂൾ. നമ്മൾ പഠിച്ചിട്ടുണ്ട് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് വേർബ്സ്. ഏതൊക്കെയാണ്? ലെറ്റ്, അതുപോലെ ബിഡ്, അതുപോലെ ഉണ്ട് ഹെൽപ്പ് ഉണ്ട്, അതുപോലെ മേക്ക്. ലെറ്റ്, ബിഡ്, ഹെൽപ്പ്, മേക്ക്. ഇതിനൊക്കെ ഇതിൻ്റെ ഒരു ഗ്രൂപ്പ് ഓഫ് വേർബ്സ് ഉണ്ട്. ഇതൊക്കെ എന്താ പറയുക? കോസറ്റീവ് വേർബ് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. കോസറ്റീവ്. അതിൻ്റെ ഒരു കോൺസെപ്റ്റ് ബേസ്ഡ് ആയിട്ടുള്ള ക്ലാസ് എടുത്തിട്ടുണ്ടോ എനിക്കറിയില്ല. പക്ഷേ പല സെഷൻസ് എടുക്കുന്നതിൻ്റെ കൂടെ, ലൈക്ക് ക്വസ്റ്റ്യൻസിൻ്റെ കൂടെ നമ്മൾ ഇത് ഡിസ്കസ് ചെയ്തിട്ടുണ്ടെന്നാണ് എൻ്റെ ഓർമ്മ. അപ്പോൾ കോസറ്റീവ് വേർബ് എന്ന് പറഞ്ഞ സാധനമുണ്ട്. എന്താണ് കോസറ്റീവ് വേർബ്? പോസിറ്റീവ് വേർബ് എന്ന് പറയുമ്പോൾ ലെറ്റ്, ബിഡ്, ഹെൽപ്പ്, മേക്ക് ഒക്കെ പോസിറ്റീവ് വേർബ്സ് ആണ്. എന്ന് വെച്ചാൽ ഒരു പ്രത്യേക കാര്യം നടപ്പിലാക്കാൻ സഹായിക്കുന്ന ടൈപ്പ് വേർബ്സ് അല്ലേ. ദാറ്റ് മേക്ക് തിങ്സ് ഹാപ്പൻ.
ഓരോ കാര്യങ്ങൾ നടത്തിക്കുന്ന ടൈപ്പ് വാക്കുകളാണ് ഈ കോസറ്റീവ് വേർബ്സ് എന്ന് പറയുന്നത്. ലെറ്റ് ആണെങ്കിലും ബിഡ് ആണെങ്കിലും ഹെൽപ്പ് ആണെങ്കിലും അല്ലേ, ഇന്നൊരു പ്രവൃത്തി ചെയ്യിപ്പിക്കുക, അതാണ് ഈ പറയുന്ന സാധനം. അതാണ് കോസറ്റീവ് വേർബ്സ്. നേരത്തെ പറഞ്ഞിട്ടുണ്ട് ബിഡിനെ പറ്റി നമ്മൾ പറഞ്ഞു അല്ലേ, ബിഡ് ബേഡ്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ കൂടെ ഒരു കാരണവശാലും ടു എന്ന് പറയുന്ന പ്രപ്പോസിഷൻ ഉപയോഗിക്കാൻ പാടില്ല. ടു എന്ന് പറയുന്ന പ്രപ്പോസിഷൻ ഉപയോഗിക്കാൻ പാടില്ല. ഓക്കെ, സോ ലൈഫ് ഗാർഡ് വുഡ് നോട്ട് ലെറ്റ് ദ ചിൽഡ്രൻ ഇവിടെ ടു കട്ട് ചെയ്യുക, അത്രേ ഉള്ളൂ. ലെറ്റ് ദ ചിൽഡ്രൻ സ്വിം അറ്റ് ദ ഡീപ്പ് എൻഡ് ഓഫ് ദ പൂൾ എന്നേ പറയാൻ പാടില്ല. അല്ലാതെ ലെറ്റിൻ്റെ കൂടെ ആണെങ്കിലും ബിഡിൻ്റെ കൂടെ ആണെങ്കിലും ഹെൽപ്പ് മേക്ക്, ഐ ഹെൽപ്ഡ് ഹിം, ഐ ഹെൽപ്ഡ് മൈ ഫ്രണ്ട് അല്ലേ, ഐ ഹെൽപ്ഡ് മൈ ഫ്രണ്ട് എന്താണ് ഫിനിഷ് ദ പ്രോജക്റ്റ് അല്ലെങ്കിൽ ഫിനിഷ് ദ വർക്ക് അല്ലേ. ഫിനിഷ് ദ എന്ന് പറഞ്ഞിട്ട് ഒരു സെൻറ്റൻസ് എവിടെയാണെന്ന് വിചാരിച്ചോളൂ. അവിടെ ഐ ഹെൽപ്പ് മൈ ഫ്രണ്ട് ടു എന്ന് പറഞ്ഞിട്ട് ഇവിടെ ചേർക്കാൻ പാടില്ല എന്നാണ് നമ്മൾ പറഞ്ഞു വരുന്നത്. ഇവിടെ ടു ചേർക്കാൻ പാടില്ല. ഐ ഹെൽപ്പ് മൈ ഫ്രണ്ട് വേർബ് അതേപോലെ തന്നെ എഴുതിയാൽ മതി, അല്ലെങ്കിൽ ബെയർ ഇൻഫിനിറ്റീവ് മാത്രം എഴുതിയാൽ മതി. യു ഷുഡ് നോട്ട് യൂസ് ടു. ബെയർ ഇൻഫിനിറ്റീവ് സിംപ്ലി V1 മാത്രം. ഓക്കെ, സോ ലെറ്റ് ബിഡ് ഹെൽപ്പ് മേക്ക് ഇതൊക്കെ കോസറ്റീവ് വേർബ്സ് ആണ്. ഇതിൻ്റെ കൂടെ ടു യൂസ് ചെയ്യാൻ പാടില്ല. അപ്പോൾ ഈ ടൈപ്പ് വേർബ്സ് ശ്രദ്ധിക്കുക. എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ അതിനോട് ടു യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് തെറ്റാണ്. ഓക്കെ, 22. ഹി ഡിനൈഡ് ടു ഹെൽപ്പ് മീ. അതായത് ഈ ഡിനൈഡ് ടു ഹെൽപ്പ് മീ എന്ന് പറയുമ്പോൾ അതായത് എന്താണ് ഉദ്ദേശിക്കുന്നത്? അതായത് എന്നെ ഹെൽപ്പ് ചെയ്തത് അല്ലേ, ഹെൽപ്പ് ചെയ്തു എന്നുള്ള കാര്യം അവൻ ഡിനൈ ചെയ്തെന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അവിടെ ING ഫോമാണ് വേണ്ടത് അല്ലേ. വി നീഡ് ING ഫോം. ഡിനൈഡ് ഹെൽപ്പിംഗ് മീ, എന്നെ അവൻ സഹായിച്ചു എന്ന് പറയുന്ന കാര്യം, സഹായിച്ചു എന്ന് പറയുന്നത് ആ ഒരു പ്രവൃത്തി അവൻ എന്താണ് ഡിനൈ ചെയ്യാന്ന് പറയുമ്പോൾ നിരസിക്കുകയല്ല, പകരം അവഗണിക്കുകയല്ല. എന്താ നമ്മൾ മലയാളത്തിൽ പറയാം, നമ്മൾ അത് തെറ്റാണെന്ന് പറഞ്ഞു അല്ലേ, സമ്മതിച്ചില്ല, ഡിനൈ ചെയ്തു. അങ്ങനെ സംഭവിച്ചു അല്ലെങ്കിൽ ഇന്ന ഒരു പ്രവൃത്തി ചെയ്തു എന്ന് സമ്മതിച്ചില്ല. സോ ഡിനൈഡ് ഹെൽപ്പിംഗ് മീ, ടു ഹെൽപ്പ് മീ അല്ല. ഓക്കെ, അവൻ ഹെൽപ്പ് ചെയ്യാൻ കൂട്ടാക്കിയില്ല എന്നല്ല അർത്ഥം, പകരം ഹെൽപ്പ് ചെയ്തു എന്നുള്ള കാര്യം ഡിനൈ ചെയ്തു അല്ലേ എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, കറക്റ്റ്. ഹെൽപ്പ് മീ, ഓപ്ഷൻ ബി. 23. വാക്കിംഗ് അലോങ് ദ ബാങ്ക് ഓഫ് ദ റിവർ ദ റോഡ് ബിഗാൻ ടു റൈസ്. ഓക്കെ, വാക്കിംഗ് അലോങ് ദ ഇവിടെയും നമ്മൾ നേരത്തെ പറഞ്ഞ സെയിം കോൺസെപ്റ്റ് ആണ്. ദ റോഡ് ബിഗാൻ ടു റൈസ്. അപ്പോൾ അപ്പോൾ ഇവിടെ ആരാണ് റൈസ് ചെയ്തത്? റോഡാണ് അല്ലേ, റോഡാണ് റൈസ് ചെയ്തത്. പക്ഷേ വാക്കിംഗ് അലോങ് ദ ബാങ്ക് ഓഫ് ദ റിവർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദ റോഡ് ബിഗാൻ ടു റൈസ് എന്നാൽ ഇവിടെ റോഡ് എണീച്ചു വന്നിട്ട് റിവറിൻ്റെ ബാങ്കിലൂടെ അല്ലെങ്കിൽ നദീ തീരത്തൂടെ നടന്നു എന്നാണ് ഉദ്ദേശിക്കുന്നത് അല്ലേ. പകരം എന്താ വേണ്ടത്? വൈൽ ഐ വാസ് വാക്കിംഗ് അലോങ് ദ ബാങ്ക് ഓഫ് ദ റിവർ എന്നാണ്. കാരണം ഞാനാണ് അല്ലേ, ഞാനാണ് റിവറിൻ്റെ തീരത്തൂടെ നടന്നത്. അപ്പോൾ വൈൽ ഐ വാസ് എന്ന് കൃത്യമായിട്ട് മെൻഷൻ ചെയ്യണം, ഇല്ലെങ്കിൽ നമുക്ക് അതിൻ്റെ ഒരു മീനിങ് അപൂർണമാണ് അല്ലേ. റോഡ് ബിഗാൻ ടു റൈസ് എന്ന് പറയുമ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക, ഇവിടെ റോഡാണ് സബ്ജക്റ്റ്. ബിഗാൻ എന്ന് പറഞ്ഞാൽ ബിഗാൻ ടു റൈസ് എന്ന് പറയുന്നത് വേർബ് അല്ലേ. അപ്പോൾ ഇത് സബ്ജക്റ്റ്. അപ്പോൾ വാക്കിംഗ് അലോങ് ദ ബാങ്ക് ഓഫ് ദ റിവർ എന്ന് പറയുമ്പോൾ ഈ സബ്ജക്റ്റ് അതിലൂടെ നടന്നു വരുന്നു അല്ലെങ്കിൽ നടന്നു പോവുകയായിരുന്നു എന്നായിപ്പോൾ മീനിങ് വരിക. പകരം എന്താ വേണ്ടത്? അവിടെ കൃത്യമായി മെൻഷൻ ചെയ്യണം. വൈൽ ഐ വാസ് വാക്കിംഗ് അലോങ് ദ ബാങ്ക് ഓഫ് ദ റിവർ ദ റോഡ് ബിഗാൻ ടു റൈസ് അല്ലേ. ഓപ്ഷൻ എ. 24. ഇറ്റ് ഈസ് ടൈം യു ഡിസൈഡ് ഓൺ യുവർ നെക്സ്റ്റ് കോഴ്സ് ഓഫ് ആക്ഷൻ. നെക്സ്റ്റ് കോഴ്സ് ഓഫ് ആക്ഷൻ എന്ന് പറയുമ്പോൾ അടുത്തതായിട്ട് ചെയ്യേണ്ട കാര്യം അല്ലേ. അടുത്തതായിട്ട് ചെയ്യേണ്ട കാര്യത്തെക്കുറിച്ച് തീരുമാനിക്കാൻ സമയമായി. പക്ഷേ ഇറ്റ് ഈസ് ടൈം എന്ന് പറഞ്ഞിട്ടുള്ള ഈ പെർട്ടിക്കുലർ ഒരു പാറ്റേണിൽ നമ്മൾ പറയുമ്പോൾ ഇറ്റ് ഈസ് ടൈം പിന്നെ സബ്ജക്റ്റ് അല്ലേ, സബ്ജക്റ്റ് യു, ഹി, ഐ, വാട്ട് എവർ. ഇറ്റ് ഈസ് ടൈം യു, അതിനുശേഷം നമ്മൾ V2 ആണ് യൂസ് ചെയ്യേണ്ടത്. V2 എപ്പോഴും പാസ്റ്റ് ടെൻസ് ഫോമേ യൂസ് ചെയ്യാൻ പാടുള്ളൂ. ഡിസൈഡ് അല്ല, നമുക്ക് എന്താ വേണ്ടത്? ഡിസൈഡഡ് വേണം. ഡിസൈഡഡ്. ഇറ്റ് ഈസ് ടൈം യു ഡിസൈഡഡ് യുവർ നെക്സ്റ്റ് കോഴ്സ് ഓഫ് ആക്ഷൻ. എപ്പോഴും അങ്ങനെയാണ് വേണ്ടത്. ഇന്ന ഒരു പ്രവൃത്തി ചെയ്യാൻ ഒരുപാട് സമയമായി, അല്ലെങ്കിൽ ഇറ്റ് ഈസ് സമയമായി, ഇന്ന പ്രവൃത്തി പെർട്ടിക്കുലർ കാര്യം ചെയ്യാൻ സമയമായി എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് ടൈം യു ഡിസൈഡഡ് എന്ന് പറഞ്ഞിട്ട്, അല്ലെങ്കിൽ ഇറ്റ് ഈസ് ടൈം യു സ്റ്റാർട്ടഡ് സ്റ്റഡിങ് അല്ലേ. അപ്പോൾ V2 ഫോം അല്ലെങ്കിൽ പാസ്റ്റ് ടെൻസ് ഫോം മാത്രമേ യൂസ് ചെയ്യാൻ പാടുള്ളൂ. ഓപ്ഷൻ ബി. ഓക്കെ, ആസ് ഐ വാസ് ഫീലിംഗ് സ്ലീപ്പി ഐ ആസ്ക്ഡ് ഫോർ എ സ്റ്റീംഡ് കപ്പ് ഓഫ് ടീ. സ്റ്റീംഡ് കപ്പ് ഓഫ് ടീ ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്താ വെച്ചാൽ കപ്പ് ഓഫ് ടീ ആണ്. പക്ഷേ അതിനെ ഡിസ്ക്രൈബ് ചെയ്യുന്ന ഒരു ആഡ്ജക്റ്റീവ് ശ്രദ്ധിക്കുക. സ്റ്റീംഡ് അല്ല,
അതായത് ആവി പറക്കുന്നതെന്ന് ഉദ്ദേശിക്കുന്നത്. ആവി പറക്കുന്ന എന്ന് പറയുന്ന മീനിങ് വേണമെങ്കിൽ സ്റ്റീംഡ് എന്ന് പറഞ്ഞാൽ പോലെ സ്റ്റീമിംഗ് എന്നാണ് അത് പറയുന്നത്. സ്റ്റീമിംഗ്, ചൂടുകൊണ്ട് ആവി പറക്കുന്ന എന്ന് പറയുമ്പോൾ സ്റ്റീമിംഗ് എന്നാണ്. സ്റ്റീംഡ് എന്നൊക്കെ പറയുമ്പോൾ ഇപ്പോൾ സ്റ്റീംഡ് കേക്ക് എന്ന് എനിക്ക് തോന്നുന്നു പുട്ടിന് നമ്മൾ പറയുന്നതാണ് അല്ലേ, സ്റ്റീം കേക്ക്. സ്റ്റീംഡ് കേക്ക് അത് ആവിയിൽ ഉണ്ടാക്കിയ സാധനമാണ്. പക്ഷെ അങ്ങനെയല്ല, സ്റ്റീം ചെയ്തതാണ് അല്ലേ. പക്ഷേ ഇത് സ്റ്റീം ചെയ്ത കപ്പ് ഓഫ് ടീ അല്ല, സ്റ്റീമിങ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഓപ്ഷൻ ശരി പറഞ്ഞ ഒരു ജാപ്പനീസ് കുഹു കുഹു അല്ലേ. 26. ഐ റിമെമ്പർ മീറ്റ് ഹിം 5 years ago. ഐ റിമെമ്പർ മീറ്റ് ഹിം അല്ല, അവിടെ ING ഫോം ആണ്. മീറ്റിംഗ് എന്ന് പറഞ്ഞാൽ ING ഫോം നിർബന്ധമാണ് അല്ലേ. ഐ റിമെമ്പർ എന്ന് പറഞ്ഞിട്ട് ഒരു പ്രവൃത്തി ചെയ്തതായിട്ട് ഓർക്കുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ എപ്പോഴും ആ പ്രവൃത്തി, ആ വേർബിൻ്റെ ING ഫോമാണ് യൂസ് ചെയ്യേണ്ടത്. ഐ റിമെമ്പർ വാച്ചിങ് ദിസ് മൂവി. ഐ റിമെമ്പർ ലിസണിങ് ടു ദിസ് സോങ്. ഓക്കെ, വാച്ചിങ്, ലിസണിങ്, മീറ്റിംഗ്, ING ഫോം വളരെ വളരെ നിർബന്ധമാണ്. ഓപ്ഷൻ ബി അല്ലേ, ഓപ്ഷൻ ബി. ഓക്കെ, അടുത്ത് 27. ഐ ഹാവ് ഓൾവേസ് ആൻഡ് വിൽ ഓൾവേസ് ബി ഫെയ്ത്ത്ഫുൾ ടു യു. അപ്പോൾ ഇവിടെ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുള്ളത്, ഒന്ന് ആൻഡ് എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. ആൻഡ് എന്ന് പറഞ്ഞൊരു കൺജങ്ഷൻ ഉണ്ട്. അപ്പോൾ എന്തിനാണ് അത് ഉപയോഗിക്കുന്നതിനാണ്? അത് രണ്ട് കാര്യങ്ങൾ തമ്മിൽ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷേ ഈ ആൻഡിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ആൻഡ് ഉപയോഗിച്ചിട്ട് നമ്മൾ രണ്ട് കാര്യങ്ങൾ ജോയിൻ ചെയ്യുമ്പോൾ ആ ജോയിൻ ചെയ്യുന്ന രണ്ട് കാര്യങ്ങളും സിമിലർ ഫോമിലായിരിക്കണം. ഇവിടെ ഐ ഹാവ് ഓൾവേസ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ സാധനമുണ്ട്. ഐ ഹാവ് ഓൾവേസ് എന്താ സാധനം? ഐ ഹാവ് ഓൾവേസ് എന്ന് പറയുമ്പോൾ ടെൻസ് പെർഫെക്റ്റ് ടെൻസ് ആണ് അല്ലേ, പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ് ആണ്. പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസിൽ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എപ്പോൾ പറയാം, V3 ഫോം വളരെ നിർബന്ധമാണ്. പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ആയിരിക്കണം വേർബിൻ്റെ. അപ്പോൾ ഇവിടെ വിൽ ഓൾവേസ് ബി ഫെയ്ത്ത്ഫുൾ. അപ്പോൾ ഇവിടെ ബി എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. ബി ശരിക്കും പറഞ്ഞാൽ പ്രസൻറ്റ് ടെൻസ് ഫോമാണ്. പ്രസൻറ്റ് ടെൻസ് അല്ലെങ്കിൽ V1 ഫോമാണ് ബി. ഇതിൻ്റെ V3 ഫോം വേണം, കാരണം ഇവിടെ ഹാവ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ആൻഡിന് ശേഷം വിൽ ഓൾവേസ് അല്ലേ, വിൽ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. വില്ലിന് നമുക്ക് ബി ധാരാളമാണ്. വില്ലിന് V1 ഫോം അല്ലെങ്കിൽ ബി ധാരാളമാണ്. പക്ഷേ ഇവിടെ ഹാവ് വന്നതുകൊണ്ട് നമുക്ക് അവിടെ ബീൻ്റെ V3 കൂടെ വേണം. ബീൻ്റെ V3 കൂടെ വേണം. എന്താണ് ബീൻ്റെ V3? ബീൻ അല്ലേ, ബീൻ. അതിൻ്റെ V2 V3 ഒക്കെ ബീൻ തന്നെയാണ് അല്ലേ. അപ്പോൾ ഹാവ് വന്നതുകൊണ്ട് ഐ ഹാവ് ഓൾവേസ് ബീൻ എന്നിവിടെ ഇവിടെ ഒന്ന് മെൻഷൻ ചെയ്യണം. ഐ ഹാവ് ഓൾവേസ് ബീൻ ആൻഡ് വിൽ ഓൾവേസ് ബി ഫെയ്ത്ത്ഫുൾ ടു യു അല്ലേ. അപ്പോൾ അത് ശ്രദ്ധിക്കുക. എപ്പോഴും ഇതുപോലെ നമ്മൾ പാരലലിസം എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റാണ്. വലിയ സംഭവമൊന്നുമല്ല, പക്ഷേ നമ്മൾ ആൻഡ് യൂസ് ചെയ്തിട്ട് രണ്ട് വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് അല്ലെങ്കിൽ ജോയിൻ ചെയ്ത് പറയുമ്പോൾ ആ ജോയിൻ ചെയ്യുന്ന രണ്ട് കാര്യങ്ങളും അതിൻ്റെ വേർബുകൾ സെയിം ഫോമിലായിരിക്കണം. സിമിലർ അല്ലെങ്കിൽ സെയിം ആയിരിക്കണം, സിമിലർ ഫോം ആയിരിക്കണം. ഓക്കെ, അപ്പോൾ എവിടെയാണ് ഓപ്ഷൻ എ അല്ലേ. 27. 28. ഐ എം അഫ്രേഡ് ഐ ഡിഡ് എ മിസ്റ്റേക്ക് ഇൻ ദ കാൽക്കുലേഷൻ. ഇവിടെ നമ്മൾ ഡിഡ് എ മിസ്റ്റേക്ക് എന്ന് പറയുമ്പോൾ അത് കൊളോക്കിയലി ചിന്തിക്കുമ്പോൾ വലിയ പ്രശ്നമില്ല. പക്ഷേ എപ്പോഴും മിസ്റ്റേക്ക് ചെയ്തു എന്ന് പറയുമ്പോൾ അതിന് കൂടെ നമ്മൾ ഉപയോഗിക്കേണ്ട വേർബ് ഡു അല്ല, പകരം എന്താ യൂസ് ചെയ്യേണ്ടത്? മേക്ക് എന്നാണ് എപ്പോഴും യൂസ് ചെയ്യുക. മേക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മിസ്റ്റേക്ക് ചെയ്യുമ്പോൾ നമ്മൾ ഡു എന്ന് പറയുന്ന വേർബ് അല്ല യൂസ് ചെയ്യേണ്ടത്, പകരം മേക്ക് എന്ന് പറയാം. മേക്ക് എ മിസ്റ്റേക്ക്. സോ ഐ എം അഫ്രേഡ് ഐ മേഡ് എ മിസ്റ്റേക്ക്. I made a mistake in the calculation. Option B. Okay. 29. The lights went out while we took the examination. ഞാൻ നേരത്തെ പറഞ്ഞു സിമ്പിൾ പാസ്റ്റ് ടെൻസ്. സിമ്പിൾ പാസ്റ്റ് ടെൻസിൽ ഒരു പ്രത്യേകത പറഞ്ഞു. അതായത് സിമ്പിൾ പാസ്റ്റ് ടെൻസ് എന്ന് പറയുമ്പോൾ നമ്മൾ ദ ലൈറ്റ്സ് വെൻറ്റ് ഔട്ട് വൈൽ, അതായത് ലൈറ്റ്സ് പോയി അല്ലേ, ലൈറ്റ്സ് ഓഫായി പോയി. അതാണ് വെൻറ്റ് ഔട്ട് എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇവിടെ വെൻറ്റ് എന്ന് പറയുമ്പോൾ അത് V2 ഫോം അല്ലെങ്കിൽ പാസ്റ്റ് ടെൻസ് ഫോമാണ്. അപ്പോൾ നമ്മൾ സിമ്പിൾ പാസ്റ്റ് ടെൻസിൽ ഒരു കാര്യം പറയുമ്പോൾ ഇവിടെ ലൈറ്റ്സ് പോയി. എപ്പോഴാണ് പോയത്? വൈൽ എന്ന് പറഞ്ഞിട്ടുണ്ട്. വൈൽ വി ടുക്ക് ദി എക്സാമിനേഷൻ അല്ല, അവരെന്താ വേണ്ടത്? ഇന്ന ഒരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എന്ന് പറയുന്നതാണ് വൈൽ അല്ലേ. അപ്പോൾ സിമ്പിൾ പാസ്റ്റിൽ നമ്മൾ അതിലെ മെയിൻ വേർബ് എന്ന് പറഞ്ഞാൽ വെൻറ്റ് ഔട്ട് ആണ് അല്ലേ. അതിൽ മെയിൻ വേർബ് പാസ്റ്റ് ടെൻസ് ഫോമിൽ, അതായത് V2 ഫോമിൽ പറയണം. രണ്ടാമത് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ING ഫോമിലായിരിക്കണം. ഓക്കെ, ഇവിടെ എക്സാമിനേഷൻ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ അല്ലെങ്കിൽ എടുത്തുകൊണ്ടിരിക്കുകയല്ല, എക്സാമിനേഷൻ അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ലൈറ്റ്സ് പോയി. അപ്പോൾ വൈൽ വി വേർ ടേക്കിംഗ് ദി എക്സാമിനേഷൻ എന്നാണ് പറയുന്നത്.
ടേക്ക് എക്സാമിനേഷൻ ആണ്, ഗിവിംഗ് ദ എക്സാമിനേഷൻ അല്ല, ടേക്ക് അല്ലേ. ഓക്കെ, ഇവിടെ ഇപ്പോൾ ഓക്കെ റൈറ്റ്. അപ്പോൾ ഓപ്ഷൻ എവിടെയാണ്? ഓപ്ഷൻ സി. ഓപ്ഷൻ സി റൈറ്റ്. വീണ്ടും ഒന്ന് ചെക്ക് ചെയ്യണം. ഓക്കെ റൈറ്റ്. 30. ഹിസ് അസിസ്റ്റൻസ് ഹാവ് ആൻഡ് ആർ സ്റ്റിൽ ഡൂയിങ് എക്സലൻറ്റ് വർക്ക് ഫോർ ദി ഓർഗനൈസേഷൻ. അപ്പോൾ വീണ്ടും ആൻഡ് ഉപയോഗിച്ചിട്ട് നമ്മൾ രണ്ട് കാര്യങ്ങൾ പറയുന്നു അല്ലേ. അപ്പോൾ രണ്ടും സിമിലർ ആണോ നോക്കണം. ഹിസ് അസിസ്റ്റൻസ് ഹാവ് ഉണ്ട് ഇവിടെ. അപ്പോൾ വീണ്ടും പ്രസൻറ്റ് പെർഫെക്റ്റ് ആണ്. പ്രസൻറ്റ് പെർഫെക്റ്റിൽ എന്ത് വേണം? V3 ഫോം വേണം. പക്ഷേ ഇവിടെ രണ്ടാമത് നോക്കുകയാണെങ്കിൽ ആൻഡിന് ശേഷം ആർ സ്റ്റിൽ ഡൂയിങ് അത് ഓക്കെയാണ്. കാരണം ആറിന് ഡൂയിങ് ധാരാളമാണ് അല്ലേ. ആർ പ്ലസ് ING ഫോം ഓഫ് വേർബ് ഓക്കെ. പക്ഷേ ഹാവിന് ഡൂയിങ് പോരാ. ഹാവിന് പാസ്റ്റ് പാർട്ടിസിപ്പിൾ ആണ്, അല്ലെങ്കിൽ V3 ഫോമാണ്. സോ അസിസ്റ്റൻസ് ഹാവ് ഡൺ ആൻഡ് ആർ സ്റ്റിൽ ഡൂയിങ് എക്സലൻറ്റ് വർക്ക് ഫോർ ദി ഓർഗനൈസേഷൻ എന്ന് പറയാം അല്ലേ. ഓപ്ഷൻ എവിടെയാ? ഓപ്ഷൻ എ. ഓക്കെ, അപ്പോൾ ഒരു സെക്കൻഡ്, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകുന്നതിനെക്കാട്ട് മുമ്പായിട്ട് ചെറുതായിട്ടൊന്ന് ജസ്റ്റ് 1 സെക്കൻഡ്. യെസ്, അടുത്ത് 31. ഹി വാസ് സോ ഇൻക്വിസിറ്റീവ് ദാറ്റ് ഹി റോസ് മെനി ക്വസ്റ്റ്യൻസ് ഇൻ ദ ക്ലാസ്. അതായത് ഇൻക്വിസിറ്റീവ് എന്ന് പറയുമ്പോൾ അത്യാവശ്യം ഒരു ക്യൂറിയസ് എന്നൊക്കെ പറയുമ്പോഴൊരു മീനിങ് ആണ്. പക്ഷേ ഇവിടെ ശ്രദ്ധിക്കുക, ദാറ്റ് ഹി റോസ് മെനി ക്വസ്റ്റ്യൻസ് ഇൻ ദ ക്ലാസ്. റോസ് എന്ന് പറയുമ്പോൾ ഇവിടെ റൈസിൻ്റെ പാസ്റ്റ് ടെൻസ് ആണ് റോസ് അല്ലേ. റൈസ് ചെയ്യുക എന്ന് പറയുമ്പോൾ മേലെ മുകളിലേക്ക് പൊന്തി അല്ലേ. റൈസ് അപ്പ്, മുകളിലേക്ക് പോയി. അല്ലെങ്കിൽ സൺ റോസ് എന്ന് പറയും അല്ലേ. സൺ റോസ് ലിറ്റിൽ ലേറ്റ് ടുഡേ. അതായത് സണ്ണിൽ നിന്ന് കുറച്ച് ലേറ്റ് ആയിട്ടാണ് ഉദിച്ചത്. അപ്പോൾ ഉദിച്ചു എന്ന് പറയുന്ന സാധനമാണ് റോസ് അല്ലേ. ഉദിച്ചു, അല്ലെങ്കിൽ ആ സണ്ണിനെ പറ്റി പറയുമ്പോൾ. പക്ഷേ റൈസ് എന്ന് പറയുമ്പോൾ ശരിക്കുള്ള മീനിങ് എന്താണ്? മുകളിലേക്ക് പോയി ലെവൽ കൂടി എന്നൊക്കെയാണ് റൈസ് എന്നർത്ഥം. പക്ഷേ ഇവിടെ എന്താ അർത്ഥം? ഇവിടെ ക്വസ്റ്റ്യൻസ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. ക്വസ്റ്റ്യൻ ചോദിക്കുക എന്ന് പറയുമ്പോൾ റൈസ് അല്ല, അവിടെ റേസ് എ ക്വസ്റ്റ്യൻ എന്ന് പറയാം അല്ലേ. ക്വസ്റ്റ്യൻ ചോദിക്കുക എന്ന് പറയുമ്പോൾ റേസ് എ ക്വസ്റ്റ്യൻ എന്നാണ്, റൈസ് അല്ല. RAISE. റേസ് ചെയ്യുക എന്ന് പറയുമ്പോൾ ശരിക്കും അർത്ഥം എന്താണ്? അതിൻ്റെ ശരിക്കുള്ള അർത്ഥം എന്ന് പറയുന്നത് മുകളിലേക്ക് പൊന്തിക്കുക, മുകളിലേക്ക് പൊക്കുക എന്നർത്ഥം. അല്ലെങ്കിൽ ലെവല് നമ്മൾ ഫിസിക്കൽ എഫേർട്ട് ഉപയോഗിച്ചിട്ട് പൊക്കുക എന്നൊക്കെ അർത്ഥം റേസിൻ്റെ. ഓക്കെ, പക്ഷേ ഇവിടെ റേസ് എ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ വേറൊരു അർത്ഥമുണ്ട്. ക്വസ്റ്റ്യൻ ചോദിക്കുക, അതിൻ്റെ പാസ്റ്റ് ടെൻസ് ഫോമാണ് വേണ്ടത്. റേസ്ഡ് എന്നാണ് വേണ്ടത്. ദാറ്റ് ഹി റേസ്ഡ് മെനി ക്വസ്റ്റ്യൻസ് എന്നാണ്. റോസ് മെനി ക്വസ്റ്റ്യൻസ് അല്ല. ഓപ്ഷൻ ബി. 32. He was born of poor parents but brought up in an affluent family. ഓക്കെ, affluent എന്ന് പറയുമ്പോൾ ധനികരായ. ഓക്കെ, പക്ഷെ ശ്രദ്ധിക്കുക, ബോൺ ഓഫ് എന്നല്ല, ഇവിടെ BORNE അല്ല, ഇവിടെ ഒരു E കട്ട് ചെയ്താൽ മതി. ബോൺ. ഹി വാസ് ബോൺ ഓഫ്. അവിടെ ബോൺ BORNEയും BORNും ബോൺ, ഇത് രണ്ടിൻ്റെയും V1 ഫോം സെയിം ആണ്. ബെയർ എന്നർത്ഥം. ബെയർ രണ്ടിൻ്റെയും V1 ഫോം അല്ലെങ്കിൽ ബേസ് ഫോം സെയിം ആണ്. പാസ്റ്റ് ടെൻസ് ഫോമിലാണ് ഡിഫറൻസ് ഉള്ളത്. എന്താ അർത്ഥം? BORNE എന്ന് പറയുമ്പോൾ ഇതിനർത്ഥം എന്ന് പറയുന്നത് സഹിക്കുക എന്നർത്ഥം. സഹിക്കുക. ബെയർ ചെയ്യുക എന്ന് പറയുമ്പോൾ സഹനം അല്ലേ. ബെയർ ദ പെയിൻ സഹിക്കുക. അതാണ് ഈ പറയുന്ന സാധനം. ഒന്നാമത്. രണ്ടാമത് വരുന്നത് ആണ് ജന്മം നൽകുക അല്ലേ. ജന്മം നൽകുക എന്ന് പറയുന്ന സാധനമാണ് ബെയർ ബോൺ, അല്ലെങ്കിൽ ജനിക്കുക. അതാണ് രണ്ടാമത്തെ. അപ്പോൾ ഇവിടെ BORN ആണ് വേണ്ടത്, BORNE അല്ല. ഹി വാസ് ബോൺ ഓഫ് പുവർ പാരൻസ് ബട്ട് ബ്രോട്ട് അപ്പ് ഇൻ എൻ എഫ്ലുവൻറ്റ് ഫാമിലി. ഓപ്ഷൻ എ. Okay, 33. The university was founded in 1950 when India was not self-dependent in many aspects. The university was found in 1950 അല്ല. യൂണിവേഴ്സിറ്റിനെ നമ്മൾ ഫൗണ്ട് അല്ല ചെയ്തത്, ഫൗണ്ടഡ് ആണ്. ഫൗണ്ട് എന്ന് പറയുമ്പോൾ ഫൈൻഡിൻ്റെ പാസ്റ്റ് ടെൻസ് ആണ്. ഫൈൻഡിൻ്റെ പാസ്റ്റ് ടെൻസ് ഫൗണ്ട്. പക്ഷെ നമുക്കിവിടെ എന്താ വേണ്ടത്? തറക്കല്ലിട്ടു അല്ലേ. തറക്കല്ലിട്ടു എന്ന് പറയുമ്പോൾ ഫൗണ്ടഡ് എന്നാണ്. ഫൗണ്ട് പ്രസൻറ്റ് ടെൻസ്, പാസ്റ്റ് ടെൻസ് ഇസ് ഫൗണ്ടഡ്. സോ ഓപ്ഷൻ ബി അല്ലേ. The university was founded in 1950 when India was not self-dependent എന്നാണ് പറയുക. ഓക്കെ, 34. I complained against him as in spite of my repeated warnings he failed to mend his ways.
ഇവിടെ കംപ്ലൈൻറ്റ് എന്ന് പറയുന്ന ഇതാണ് ഇമ്പോർട്ടൻറ്റ്. അതായത് ഈ കംപ്ലൈൻറ്റ് തന്നെ പരാതി എന്നർത്ഥം അല്ലേ. COMPLAINT എന്ന് പറയുമ്പോൾ പരാതി എന്നാണ് അർത്ഥം. നമുക്കിവിടെ വേർബ് ഫോമാണ് വേണ്ടത്. വേർബ് ഫോമാണ് വേണ്ടത്. സോ ഐ കംപ്ലൈൻറ്റ് അല്ലേ. PLAINED എന്ന് വേണം. ഐ കംപ്ലൈൻറ്റ് അഗെയിൻസ്റ്റ് ഹിം ആസ് ഇൻ സ്പൈറ്റ് ഓഫ് മൈ റിപ്പീറ്റഡ് വാർണിംഗ്സ് ഹി ഫെയിൽഡ് ടു amend his ways. മെൻഡ് എന്ന് പറയുമ്പോൾ മാറ്റം വരുത്തും അല്ലേ, ചേഞ്ച് ചെയ്യാം. ഓക്കെ, അപ്പോൾ 34 എവിടെയാണ്? ഓപ്ഷൻ എ. മനസ്സിലായി? കംപ്ലൈൻറ്റിൻ്റെ ഡിഫറൻസ് മനസ്സിലായി വിചാരിക്കുന്നു. COMPLAINT എന്ന് പറഞ്ഞാൽ പരാതി എന്നർത്ഥം, നൗൺ ഫോമാണ്. നമുക്ക് വേർബ് ഫോം ആയിട്ടുള്ള കംപ്ലൈൻ്റ് ആണ് വേണം. കംപ്ലൈൻറ്റ്. ഈ കംപ്ലൈൻറ്റ് ഇസ് എൻറ്റയർലി ഡിഫറെൻറ്റ്. ദാറ്റ് ഇസ് എ നൗൺ. അതാണ് പരാതി. ഇത് പരാതിപ്പെടുക. രണ്ടാമത്തെ 35. Failure must not have permanent effect on a person because only the tough survives. Effect അല്ല, എന്താ വേണ്ടത്? ഇഫക്റ്റ് ആണ് വേണ്ടത് അല്ലേ. ഇഫക്റ്റ് ഓൺ എ പേഴ്സൺ. ഇഫക്റ്റ് എന്നാണ് പ്രത്യാഘാതം അല്ലേ. പ്രത്യാഘാതം എന്ന് പറയുന്ന സാധനം ഇഫക്റ്റ് ആണ്. അത് വേർബ് ഫോം. സോറി, ഇത് നൗൺ ഫോം. ഓക്കെ, ഇത് നൗൺ ഫോം. ആൻഡ് AFFECT എഫക്റ്റ് എന്ന് പറയുമ്പോൾ ബാധിക്കുക അല്ലേ. ദിസ് പെർട്ടിക്കുലർ തിങ് അല്ലെങ്കിൽ ദിസ് ഫെയിലിയർ എഫക്റ്റഡ് മൈ മെൻ്റൽ പീസ്. ഓക്കെ, എന്താണെങ്കിലും എഫക്റ്റ് ചെയ്യുമെന്ന് പറയുമ്പോൾ ബാധിച്ചു, AFFECT. പക്ഷേ ഈ EFFECTയുടെ വേർബ് ഫോം ഉണ്ട്. എന്ന് വെച്ചാൽ എന്താ അർത്ഥം? ടു മേക്ക് തിങ്സ് ഹാപ്പൻ. എന്നർത്ഥം. എന്ന് വെച്ചാൽ എന്താ ഉദ്ദേശിക്കുന്നത്? ചില കാര്യങ്ങൾ ഇപ്പോൾ ഒരു മാറ്റം സംഭവിപ്പിക്കുകയാണ്. സോ ഇഫക്റ്റ് ചേഞ്ച് എന്ന് പറയും. ഓക്കെ, അത്രേ ഉള്ളൂ. അപ്പോൾ ഇവിടെ ജസ്റ്റ് ഒന്ന് പെർമനൻറ്റ് ഇഫക്റ്റ് ആണ്, എഫക്റ്റ് അല്ല. ഓപ്ഷൻ ബി, പെർമനൻറ്റ് ഇഫക്റ്റ്. 36. I keep my cool and never lose my temper even when provoked. ഇവിടെ LOSE ഒറ്റ ഓ മതി അല്ലേ. ഐ നെവർ ലൂസ് മൈ ടെമ്പർ. നഷ്ടപ്പെടുക എന്ന് പറയുമ്പോൾ LOSE ആണ്. ഈ LOOSE എന്ന് പറയുമ്പോൾ ടൈറ്റിൻ്റെ ഓപ്പോസിറ്റ് ആണ് അല്ലേ. ഓപ്പോസിറ്റ് ഓഫ് ടൈറ്റ്. ഓക്കെ, ഇവിടെ LOSE മതി, 2 ഓൻ്റെ ആവശ്യമില്ല. 37. He lied on the grass for hours enjoying the cool breeze. Okay, he lied on the grass for hours enjoying the cool breeze. Okay, അതായത് അത് പറയുന്നതിനെക്കാട്ട് മുന്നേ നമുക്ക് കുറച്ച് കാര്യങ്ങൾ നോക്കാനുണ്ട്. അതായത് LIE LAY അല്ലേ, LAIN ഇങ്ങനെ ഒരുപാട് സാധനങ്ങളുണ്ട്. അപ്പോൾ ഇത് കുറച്ച് കൺഫ്യൂസിങ് ആണ്. ഇത് 3 ഡിഫറെൻറ്റ് മീനിങ്സ് ഉണ്ട്. ആദ്യം നമുക്ക് കള്ളം പറയുക എന്ന സാധനം നോക്കാം. കള്ളം പറയുക എന്ന് പറയുന്ന മീനിങ് ആണ് വരുന്നതെങ്കിൽ നമ്മൾ LIE അല്ലേ. പ്രസന്റ് ടെൻസ് ആണെങ്കിൽ ഐ വുഡ് നെവർ ലൈ ടു യു. ഓക്കെ, ഐ ഡോണ്ട് ലൈ. അത് പ്രസന്റ് ടെൻസ് ഫോം. പാസ്റ്റ് ടെൻസ് ആണെങ്കിൽ ലൈഡ്, LIED. ഐ ലൈ ടു യു, ഞാൻ നിന്നോട് കള്ളം പറഞ്ഞു. പാസ്റ്റ് പാർട്ടിസിപ്പിൾ ആണെങ്കിൽ ഞാൻ കള്ളം പറഞ്ഞിരുന്നു. എപ്പോൾ? ട്രൂത്ത് പറയുന്നതിനെക്കാട്ടും മുന്നേ. സോ ഐ ഹാഡ് ലൈഡ്. അവിടെ ലൈഡ്. ഇത് പ്രശ്നമൊന്നുമില്ല. ഓക്കെ. രണ്ടാമത് നോക്കുകയാണെങ്കിൽ എവിടെയെങ്കിലും ഒന്ന് ഇരിക്കുക അല്ലേ, ഒന്ന് റെസ്റ്റ് എടുക്കുക, ഇരിക്കുക എന്നൊക്കെ പറയുമ്പോൾ ഒരു ബെഡിൽ അല്ലെങ്കിൽ സോഫയിൽ ഇരിക്കുക, റെസ്റ്റ് എടുക്കുക എന്ന് പറയുമ്പോൾ അവിടെ പ്രസന്റ് ടെൻസ് ഫോമിൽ ലൈ ആണ്. പക്ഷെ അതിൻ്റെ പാസ്റ്റ് ടെൻസിൽ ലേ എന്ന് പറയും. LAY ആണ് പാസ്റ്റ് ടെൻസ്. അതായത് ഓക്കെ, അതിൻ്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ലേനും. എങ്ങനെയാണ്? പ്രസന്റ് ടെൻസ് നോക്കുകയാണെങ്കിൽ ദിസ് സ്റ്റഫ് ഇസ് പ്രിറ്റി ഗ്രൗണ്ട് ബ്രേക്കിംഗ്. അതായത് ഭയങ്കരമായിട്ടുള്ള ഒരു ഷോക്കിംഗ് ആയിട്ടുള്ള സംഭവമാണ് അല്ലേ, ഞെട്ടിപ്പിക്കുന്ന സംഭവമാണ്. സോ യു വുഡ് ബെറ്റർ ലൈ ഡൗൺ എന്ന് പറയും. ഓക്കെ, ഇവിടെ ലൈ അല്ലേ, അവിടെ ഒന്ന് റെസ്റ്റ് എടുത്തോളൂ. അതാണ് LIE. അതിൻ്റെ പാസ്റ്റ് ടെൻസ് നോക്കുകയാണെങ്കിൽ ലേ. ഞാൻ അവിടെ ആ സോഫയിൽ ഇരുന്നു അല്ലേ, അല്ലെങ്കിൽ ഇരുന്നു. പാസ്റ്റ് ടെൻസ് ആകുമ്പോൾ ഐ ഫെൽറ്റ് സിക്ക് സോ ഐ ലേ ഡൗൺ. പാസ്റ്റ് ടെൻസിലാവുമ്പോൾ LAY. അതിൻ്റെ പാസ്റ്റ് പാർട്ടിസിപ്പിളാണ് ലെയിൻ. ഐ ഹാഡ് ലെയിൻ ദ ഫോർ സം ടൈം ബിഫോർ ഗെറ്റിംഗ് അപ്പ്. എഴുന്നേൽക്കുന്നതിനെക്കാട്ടും മുന്നേ ഞാൻ അവിടെ കുറച്ച് നേരം ഇരുന്നിരുന്നു. സോ ഐ ഹാഡ് ലെയിൻ, LAIN. ലെയിൻ. ഓക്കെ, ഇനി മൂന്നാമത്തെ നോക്കുകയാണെങ്കിൽ ഒരു സാധനം അവിടെ ഇടുക അല്ലേ, ഒരു സാധനം അവിടെ ഇടുക, നിക്ഷേപിക്കുക എന്ന് പറയുമ്പോൾ ലേ. ടു പുട്ട് സംതിങ് ഡൗൺ എന്ന് പറയുമ്പോൾ ലേ. പ്രസന്റ് ടെൻസ് ലേ. അൺഫോൾഡ് ദ ബ്ലാങ്കറ്റ് ആൻഡ് ലേ ഇറ്റ് ഓൺ ദ ഫ്ലോർ. ഫ്ലോറിൽ ഇടുക, ലേ ഇറ്റ് ഓൺ ദ ഫ്ലോർ. അതിൻ്റെ പാസ്റ്റ് ടെൻസ് നോക്കുകയാണെങ്കിൽ ലേഡ് എന്ന് പറയാം. സോ ഷീ ലേഡ് ദ ബ്ലാങ്കറ്റ് ഓൺ ദ ഫ്ലോർ വെൻ ഐ ആസ്ക്ഡ്. ലേഡ്
അതിൻ്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഓൾസോ ലേഡ്. ഹി ഹാഡ് ലേഡ് ദ ബ്ലാങ്കറ്റ് ഡൗൺ ബിഫോർ ഷി ലെഫ്റ്റ്. ഓക്കെ, അപ്പോൾ ഇവിടെ എന്തായിരിക്കും വരിക? ഹി ലൈഡ് ഓൺ ദ ഗ്രാസ് ഫോർ hours എൻജോയിങ് ദ കൂൾ ബ്രീസ് എന്നാണ് പറയാൻ പാടില്ല. എന്താ പറയേണ്ടത്? പാസ്റ്റ് ടെൻസ് ഫോമാണ് വേണ്ടത് അല്ലേ? അതായത് പുല്ലിൻ്റെ മേലെ കിടന്നു എന്ന് പറയുന്നതിൻ്റെ പാസ്റ്റ് ടെൻസ് ഫോം എന്താണ്? ലേ. ലേ ഓൺ ദ ഗ്രാസ്. ഹി ലേ ഓൺ ദ ഗ്രാസ് ഫോർ hours എൻജോയിങ് ദ കൂൾ ബ്രീസ് എന്നാണ് പറയുക. ഓപ്ഷൻ എ അല്ലേ? അടുത്തത്, ഡ്യൂറിങ് ദ റെയിനി സീസൺ മെനി റിവേഴ്സ് ഓവർഫ്ലോ ദിയർ ബാങ്ക്സ് ആൻഡ് കോസ് ഗ്രേറ്റ് ഡിഫിക്കൽട്ടി. നമുക്കറിയാം ഫ്ലോയിൻ്റെ പാസ്റ്റ് ടെൻസ് ഫ്ലൂ അല്ല, ഫ്ലോഡ് തന്നെയാണ്. ഫ്ലോഡ് പാസ്റ്റ് പാർട്ടിസിപ്പിളും ഇസ് ഓൾസോ ഫ്ലോഡ്. ഈ ഫ്ലൂ എന്ന് പറയുന്ന സാധനം ഇസ് ഫ്ലൈ, പറക്കുക എന്ന് പറയുന്നതിൻ്റെ പാസ്റ്റ് ടെൻസ് ആണ്. അതുപോലെ തന്നെ ഫ്ലൂ, അതുപോലെ ഫ്ലോൺ, FLOWN, ഇത് പറക്കുക എന്ന് പറയുന്നതിൻ്റെ പാസ്റ്റ് ടെൻസും പാസ്റ്റ് പാർട്ടിസിപ്പിളാണ്. ഓവർഫ്ലോ അല്ലെങ്കിൽ ഫ്ലോ എന്ന് പറയുന്നതിൻ്റെ പാസ്റ്റ് ടെൻസ് ഫോം ഇസ് ഫ്ലോഡ്. സോ ഓവർഫ്ലൂ ദിയർ ബാങ്ക്സ് അല്ല, ഓവർഫ്ലോഡ് ദിയർ ബാങ്ക്സ്. ഓവർഫ്ലോഡ് ദിയർ ബാങ്ക്സ് അല്ലേ? ഓപ്ഷൻ ബി. He lays luggage aside and lay down to rest for a while. ഇവിടെ lay down to rest for a while. ഇവിടെ ഈ പാസ്റ്റ് ടെൻസ് ഫോം കറക്റ്റ് ആണ് അല്ലേ? ലൈ, ലേ, ലേൻ. ലേ ഡൗൺ കറക്റ്റ് ആണ്. പക്ഷേ ഇവിടെ ലേ ഹിസ് ലഗേജ് അല്ല, അവിടെ ലഗേജ് അവിടെ ഇട്ടു അല്ലെങ്കിൽ വെച്ചു എന്ന് പറയുമ്പോൾ നമുക്ക് എന്താ പറയുക? LAID ആണ്, laid. He laid his luggage aside and lay down to rest for a while. Option 40. When calamity fell the village, they faced it bravely. ഇവിടെ ഒരു വല്ലാത്തൊരു വേർബ് ഉണ്ട് ഇവിടെ. ഫെൽ അല്ല, നമ്മൾ പകരം ബിഫെൽ എന്ന് വേണം പറയാം. ബിഫെൽ എന്തായാലും അർത്ഥം? ബിഫോൾ എന്ന് പറയുന്ന വേർബിൻ്റെ അർത്ഥം എസ്പെഷ്യലി സംതിങ് ബാഡ് എന്താണ്? ഹാപ്പൻ ടു സംവൺ. ആർക്കെങ്കിലും ഒരു കാര്യം സംഭവിക്കുക എന്ന് പറയുന്ന മീനിങ് ആണ് ബിഫോൾ. കൂടുതൽ എസ്പെഷ്യലി എന്താണ്? എന്തെങ്കിലും മോശപ്പെട്ട ഒരു കാര്യം സംഭവിക്കുക, ആർക്കെങ്കിലും സംഭവിക്കുക എന്ന് പറയുന്നതിൻ്റെ മീനിങ് ആണ്, വേർഡാണ് ബിഫോൾ. സോ കലാമിറ്റി, വലിയൊരു ദുരന്തം ആ വില്ലേജിന് ഗ്രാമത്തിന് സംഭവിച്ചപ്പോൾ അവർ ബ്രേവ് ആയിട്ട് ഫേസ് ചെയ്തു. അപ്പോൾ ബിഫെൽ, BEFELL, ബിഫെൽ ദ വില്ലേജ് എന്നാണ് പറയാം. ഓപ്ഷൻ എ. ഫെൽ അല്ല, ബിഫെൽ ദ വില്ലേജ്. 41. ദി അസാസിൻ വാസ് കൺവിക്റ്റഡ് ആൻഡ് ഓർഡർഡ് ടു ബി ഹങ്. ഓർഡർഡ് ടു ബി ഹങ് എന്ന് പറയരുത്, ഹാങ്ഡ് എന്നാണ് പറയാം. ഹാങ്ഡ്. അതായത് ഹാങ്ങിൻ്റെ പാസ്റ്റ് ടെൻസ് ഇവിടെ രണ്ടെണ്ണം ഉണ്ട്. ഒന്ന് ഹാങ്ഡും ഉണ്ട്, അതുപോലെ ഹങ്ങുന്നുണ്ട്. എന്താണ് ഇവിടെ വ്യത്യാസം വരുന്നത്? അതായത് തൂക്കിക്കൊല്ലുക എന്നൊക്കെ പറയുമ്പോൾ HANGED ആണ്, ഹാങ്ഡ് എന്നാണ് പറയാം. പക്ഷേ ഒരു ഫോട്ടോ തൂക്കിയിടുക എന്നൊക്കെ പറയുമ്പോൾ ഹങ് എന്നാണ് പറയാം അല്ലേ? ഐ ഹങ് ദ ഫോട്ടോ ഓൺ ദ വാൾ. ഓക്കെ, തൂക്കിയിടുക അല്ലെങ്കിൽ അല്ലേ, അവിടെ ഇങ്ങനെ ആ ഒരു ആണിയിൽ തൂക്കിയിടുക എന്നൊക്കെ പറയുമ്പോൾ ഹങ് എന്നാണ് പറയാം. പക്ഷേ ഒരു അസാസിനെ, ഒരു പ്രതിയെ അല്ലേ, ഒരു പ്രതിയെ തൂക്കിക്കൊല്ലുക എന്ന് പറയുമ്പോൾ ഹാങ്ഡ് എന്നാണ് പറയാം. ഹാങ്ഡ് ടിൽ ഡെത്ത്. ഓപ്ഷൻ സി. 42. ഇഫ് ഐ ലീവ് നൗ ഐ വിൽ നോട്ട് ബി ഏബിൾ ടു റിട്ടേൺ ബാക്ക് ബിഫോർ 9 PM. ഇവിടെ റിട്ടേൺ എന്ന് പറയുന്ന വേർബിൻ്റെ കൂടെ ബാക്ക് ഉപയോഗിക്കേണ്ടതാണ് മതി. റിട്ടേൺ ബിഫോർ 9 PM അല്ലേ? റിട്ടേൺ ബാക്ക് എന്ന് പറയുന്നത് തെറ്റാണ്. കാരണം റിട്ടേൺ എന്ന് പറയുന്നത് ഓൾറെഡി കം ബാക്ക് എന്ന അർത്ഥം അല്ലേ? കം ബാക്ക്. സോ വീണ്ടും ബാക്ക് എന്ന് പറയേണ്ട ആവശ്യമില്ല. ഓപ്ഷൻ സി. When the company offered him a purse on his retirement, he refused to agree to it. അല്ലേ? agree to it അല്ല, ഇവിടെ നമ്മുടെ ഒരു കമ്പനി ഒരു കാര്യം ഓഫർ ചെയ്യാണ്. അപ്പോൾ ഓഫർ ചെയ്യുന്ന ആ ഒരു ഓഫറിനെ നമ്മൾ എഗ്രി അല്ല ചെയ്യുക, ഓഫർ ആക്സെപ്റ്റ് ആണ് ചെയ്യുക അല്ലേ? എഗ്രീന് പകരം നമ്മൾ എന്താ പറയുന്നത്? ആക്സെപ്റ്റ് ആണ്. ആക്സെപ്റ്റഡ്. ഓപ്ഷൻ സി. The timid creature was driven into a narrow lane where it was slewed by the kidnapper. The timid creature was driven into a narrow lane where it was slewed അല്ല. ഈ സ്ലൂ എന്ന് പറയുമ്പോൾ SLAY എന്നൊരു സാധനം ഉണ്ട്. എന്ന് വെച്ചാൽ അതിദാരുണമായി കൊല ചെയ്യപ്പെടുക എന്നൊക്കെ അർത്ഥം അല്ലേ? സ്ലേ, കിൽ ഇൻ എ വെരി വയലൻറ്റ് മാനർ. ഓക്കെ, സോ സ്ലേ അതിൻ്റെ പാസ്റ്റ് ടെൻസ് സ്ലൂ ആണ്. അതിൻ്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ അല്ലെങ്കിൽ V3 ഫോം എന്ന് പറയുന്നത് സ്ലെയിൻ എന്നാണ്, SLAY. അപ്പോൾ വേർ ഇറ്റ് വാസ് സ്ലെയിൻ ബൈ ദ കിഡ്നാപ്പർ എന്ന് പറയാം, SLA
IN അല്ലേ, SLAIN, സ്ലെയിൻ ബൈ ദ കിഡ്നാപ്പർ. സ്ലേ എന്ന് പറഞ്ഞ അർത്ഥം എന്താണ്? ഒരു വളരെ വയലൻ്റ് ആയിട്ടുള്ള രീതിയിൽ കൊല്ലുക. 45. Being implicated in a murder case, he was conclusively suspected for all the unsolved murder cases. കൺക്ലൂസീവ്ലി സസ്പെക്റ്റഡ്, ഈ രണ്ട് വാക്കുകളും ഒരുമിച്ച് പോകാൻ പാടില്ല. കാരണം സസ്പെക്ട് ചെയ്യുക പറഞ്ഞാൽ സംശയിക്കുകയാണ്. പക്ഷേ കൺക്ലൂസീവ് എന്ന് പറയുകയാണെങ്കിൽ വളരെ കൃത്യമായിട്ട് നമുക്ക് എല്ലാ തെളിവും നമ്മുടെ കയ്യിലുണ്ടെങ്കിലാണ് നമ്മൾ കൺക്ലൂസീവ് എന്ന് പറയാം. അപ്പോൾ കൺക്ലൂസീവും സസ്പെക്റ്റും ഒരുമിച്ച് പറയാൻ പറ്റില്ല. ഈ വാസ് സസ്പെക്റ്റഡ് എന്ന് മാത്രമേ പറയാൻ പാടുള്ളൂ. കൺക്ലൂസീവ് തെറ്റാണ് അല്ലേ. അതായത് ഒരു മർഡർ കേസിൽ ഇംപ്ലിക്കേറ്റഡ് ആയതുകൊണ്ട് അല്ലേ, കണക്റ്റഡ് ആയതുകൊണ്ട് എല്ലാ അൺസോൾവ് ആയിട്ടുള്ള മർഡർ കേസിലും സംശയിക്കപ്പെട്ടു, അല്ലാതെ കൺക്ലൂസീവ്ലി സസ്പെക്റ്റഡ് എന്ന് പറയാൻ പാടില്ല. അപ്പോൾ ഇങ്ങനത്തെ കുറച്ച് വാക്കുകളുണ്ട് തമ്മിൽ കോൺട്രഡിക്ടറി ആയിട്ടുള്ള മീനിങ് ഉള്ള. ഓക്കെ, അടുത്ത് 46. മൈ ബ്രദർ തിങ്സ് ദാറ്റ് സംബഡി മസ്റ്റ് ഹാവ് ഡാഡ് ഹിം സ്റ്റീൽ ദ സ്കൂട്ടർ. ഓക്കെ, അതായത് മസ്റ്റ് ഹാവ് ഡാഡ് ഹിം സ്റ്റീൽ ദ സ്കൂട്ടർ. ഡാഡ് ഹിം എന്ന് പറയുമ്പോൾ ഇവിടെ ടു സ്റ്റീൽ എന്ന് വേണം. ഡാഡ് ഹിം ടു സ്റ്റീൽ ദ സ്കൂട്ടർ. ഓക്കെ, എന്നുവെച്ചാൽ ആരെങ്കിലും അതിന് ധൈര്യപ്പെട്ടു എന്ന് ഉദ്ദേശിച്ചു. സോ ഡാഡ് ഹിം ടു സ്റ്റീൽ ദ സ്കൂട്ടർ എന്ന ഉദ്ദേശം. അവിടെ ഡാഡ് ഹിമ്മിൻ്റെ കൂടെ ടു വേണം. ഓക്കെ, അവിടെ V1 ഫോം പോരാ, 2+V1 വേണം. ഓക്കെ, ഓപ്ഷൻ സി. വെൻ ഐ വാസ് യങ് ഐ ക്യാൻ റൺ ഫാസ്റ്റർ ദാൻ മോഹൻ. ഇവിടെ ശ്രദ്ധിക്കുക, വെൻ ഐ വാസ് യങ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ. അപ്പോൾ വാസ് യങ് ആണ്, ഇറ്റ് വാസ് യങ്. അപ്പോൾ എന്താണ് വാസ് എന്ന് പറയുമ്പോൾ പാസ്റ്റ് ടെൻസ് ആണ്, ഡെഫിനറ്റ്ലി പാസ്റ്റ് ആണ്. പാസ്റ്റ് നമ്മൾ ക്യാൻ ഉപയോഗിക്കില്ല, ക്യാൻ പ്രസൻറ്റിൽ ഉപയോഗിക്കാം. അവിടെ എന്താ യൂസ് ചെയ്യുക, കുഡ് എന്ന് യൂസ് ചെയ്യാം അല്ലേ, കുഡ്. സോ വെൻ ഐ വാസ് യങ് ഐ കുഡ് റൺ ഫാസ്റ്റർ ദാൻ മോഹൻ എന്ന് പറയും, ഫാസ്റ്റർ ദാൻ അല്ലേ. ക്യാൻ എപ്പോഴും പ്രസൻറ്റ് ടെൻസിലും പാസ്റ്റ് ടെൻസിലും നമ്മളെപ്പോഴും കുഡാണ് യൂസ് ചെയ്യുക. ഓക്കെ, ഓപ്ഷൻ ബി. 48. ഹരീഷ് നീഡ്സ് നോട്ട് കം ഹിയർ ആസ് ഇറ്റ് ഇസ് ഗെറ്റിംഗ് ഡാർക്ക്. നീഡ്സ് നോട്ട് എന്ന് പറയുന്നത് അവിടെ എസ് ചേർക്കേണ്ട ആവശ്യമില്ല അല്ലേ, നീഡ് നോട്ട്. ഹരീഷ് നീഡ് നോട്ട് കം ഹിയർ ആസ് ഇറ്റ് ഇസ് ഗെറ്റിംഗ് ഡാർക്ക്. ഓപ്ഷൻ എ ആണ്. ഹി ഡെയർ നോട്ട് ടു ഗോ ദർ. പക്ഷേ ഇവിടെ എന്താണ്, അവിടെ പോകാൻ അവന് ധൈര്യമില്ല അല്ലേ, ധൈര്യം ഉണ്ടാവില്ല എന്ന് പറയുമ്പോൾ ഹി ഡെയർ നോട്ട്, അവിടെ ടൂവിൻ്റെ ആവശ്യമില്ല. ഹി ഡെയർ നോട്ട് ഗോ ദർ എന്ന് പറഞ്ഞാൽ മതി അല്ലേ. ഹി ഡെയർ നോട്ട് ഗോ ദർ. അവിടെ ഡെയറിൻ്റെ V1 ഫോമിൽ നമ്മൾ ഉപയോഗിക്കുമ്പോൾ അല്ലേ, ഡെയറിൻ്റെ V1 ഫോം പ്രയോഗിക്കുമ്പോൾ അവിടെ ടൂവിൻ്റെ ആവശ്യമില്ല. ഓപ്ഷൻ ബി. നേരത്തെ നമ്മൾ ഡാഡ് ഹിം എന്ന് പറഞ്ഞിരിക്കുന്നത്, ഹി ഡാഡ് ഹിം. ഡാഡ് ഹിം എന്നാണെങ്കിൽ അവിടെ ടു ആവശ്യമുണ്ട്, 2+V1. പക്ഷേ ഇവിടെ ഡെയർ നോട്ട് എന്ന് പറയുമ്പോൾ ടൂവിന് ആവശ്യമില്ല. ഹി ഡെയർ നോട്ട് ഗോ ദർ എന്ന് വെച്ചാൽ അവന് അവിടെ പോകാനുള്ള ധൈര്യമില്ല അല്ലേ, ധൈര്യപ്പെടില്ല എന്നൊക്കെ അർത്ഥം. ഓപ്ഷൻ ബി. റൈറ്റ്, അടുത്ത് ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ഐ യൂസ് ടു പ്ലേ ഹോക്കി വെൻ ഐ വാസ് 10 years old. 10 years old, ഇവിടെ 10 years old ഉണ്ട്, അതൊരു മിസ്റ്റേക്കാണ്. അതുപോലെ തന്നെ ഞാൻ 10 വയസ്സുള്ളപ്പോഴാണ് അല്ലേ, 10 വയസ്സുണ്ടായിരുന്നപ്പോൾ എന്ന് പറയുമ്പോൾ ഡെഫിനറ്റ്ലി പാസ്റ്റ് ടെൻസ് ആണ്. പാസ്റ്റ് ടെൻസ് ആകുമ്പോൾ ഐ യൂസ് ടു പ്ലേ ഹോക്കി അല്ല, എന്താ വേണ്ടത്, ഐ യൂസ്ഡ് എന്ന് വേണം. ഐ യൂസ്ഡ് ടു പ്ലേ ഹോക്കി എന്നാണ്, യൂസ് ടു പ്ലേ അല്ല. ഓപ്ഷൻ എ അല്ലേ. ഓക്കെ, റൈറ്റ്, ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ ദാറ്റ്സ് ദി എൻഡ് ഓഫ് ടുഡേ സെഷൻ. ഇന്നത്തെ സെഷൻ കഴിഞ്ഞിരിക്കുകയാണ്. 50 ക്വസ്റ്റ്യൻസ് നമ്മളോട് ഡിസ്കസ് ചെയ്തു. വേർബ്സിൻ്റെ പല ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആസ്പെക്റ്റുകൾ അല്ലേ, അതൊക്കെ ഡിസ്കസ് ചെയ്തു. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻസും അതിൻ്റെ സൊല്യൂഷൻസൊക്കെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പോൾ ഏതൊക്കെ മനസ്സിലാവുന്നുണ്ടെങ്കിൽ ദയവായിട്ട് കമൻസിൽ പറയുക, നമുക്ക് ഡിസ്കസ് ചെയ്യാം. റൈറ്റ്, അപ്പോൾ താങ്ക് യു ഓൾ ഫോർ വാച്ചിങ്. പിന്നെ അടുത്ത സെഷൻ എന്ന് പറയുമ്പോൾ നാളെ യൂട്യൂബ് സെഷൻ ഉണ്ട്, 3 മണിക്കായിരിക്കും ഉണ്ടാവുക. ഇന്ന് സ്പെഷ്യൽ ക്ലാസ് ഉണ്ട് 5 മണിക്ക്. ടോപ്പിക് എന്ന് പറയുന്നത് ഡയറക്റ്റ് ഇൻഡയറക്റ്റ് സ്പീച്ചാണ്. അപ്പോൾ അതിന് ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്, നിങ്ങൾക്ക് വന്നിട്ട് ജോയിൻ ചെയ്യാം. ഓക്കെ, റൈറ്റ്, അപ്പോൾ താങ്ക് യു. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ സ്പെഷ്യൽ ക്ലാസ്സിന് കാണാം. ബൈ.